ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം. നമുക്കൊരുമിച്ച് ആ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞു അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞു. അവരോട് നിങ്ങൾ ഹൃദയങ്ങളിൽ ചിന്തിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുകയാണ്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷാ തലത്തിൽ പ്രധാനമായി മാനുഷികമായി 3 തലങ്ങളിലും അടുത്തതായി 2 തലങ്ങളിലും അങ്ങനെ 5 വിധങ്ങളിലാണ് യേശു കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചലനം സൃഷ്ടിച്ചത്. ഒന്ന്, യേശു കർത്താവ് മനുഷ്യൻ്റെ ആത്മമണ്ഡലത്തിൽ ശുശ്രൂഷിക്കുകയുണ്ടായി. യായിറോസിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന യേശു യായിറോസിൻ്റെ മകളെ തലീഥ കൂമി എന്ന് പറയുമ്പോൾ അവളുടെ ആത്മാവ് മടങ്ങി വന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. താബോർ മലയുടെ അടിവാരത്തിലേക്ക് യേശു ഇറങ്ങി വരുമ്പോൾ ഒരു ദുരാത്മബാധിതനായിരിക്കുന്ന ഒരു ബാലനിൽ നിന്ന് ഒരു ആത്മാവ് അവനെ ഇഴച്ച് പോകുന്നത് കാണുവാൻ കഴിയും. ഇവിടെയൊക്കെ യേശു ആത്മാക്കൾക്കെതിരായി മനുഷ്യ ആത്മാവിനെ സംബന്ധിക്കുന്ന ശുശ്രൂഷയാണ് ചെയ്യുന്നത്. രണ്ടാമത്, യേശു മനുഷ്യൻ്റെ ശരീരങ്ങളിലാണ് തൻ്റെ ശുശ്രൂഷയെ വെളിപ്പെടുത്തുന്നത്. മുടന്തനെ സൗഖ്യമാക്കുന്നു, കുരുടന് കണ്ണുകൾ വെച്ച് കൊടുക്കുന്നു, അടഞ്ഞ കാതുകളെ തുറക്കുന്നു, സംസാരിക്കാൻ കഴിയാത്തവൻ്റെ നാവിൻ്റെ കെട്ടഴിക്കുന്നു, ശരീരത്തെ ബാധിച്ച കുഷ്ഠത്തെ സൗഖ്യമാക്കുന്നു. ഫിസിക്കൽ ഹീലിംഗ്, ശാരീരികമായ സൗഖ്യത്തെയാണ് കർത്താവ് നൽകുന്നത്. കൂനുള്ളവനെ സുഖമാക്കുന്നു. ഇങ്ങനെ എണ്ണമറ്റ ശാരീരിക വിടുതലുകൾ. മൂന്നാമതായി, യേശു കർത്താവ് മനുഷ്യൻ്റെ ഹൃദയത്തെ തൊടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഈ യേശു കർത്താവ് ഈ പറയുന്ന സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യനെ 4 പേർ ചുമ്മിക്കൊണ്ടുവന്നു. കഫർനഹൂമിൽ യേശു കർത്താവ് തൻ്റെ ഭവനത്തിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാതിലിൽ കടക്കുവാൻ പോലും കഴിയാതെ വണ്ണം ജനം തിരക്കോടെ തിക്കിത്തിരക്കുന്ന വേളയിൽ വീടിൻ്റെ മച്ചു പൊളിച്ച് 4 പേർ ചേർന്ന് കിടക്കയോടുകൂടെ ഒരു മനുഷ്യനെ അവിടെ ഇറക്കി വെക്കുമ്പോൾ അവിടെ കൂടി നിന്ന് പുരുഷാരവും അവിടെ നിൽക്കുന്ന ജനതതികളുമൊക്കെ ആഗ്രഹിക്കുന്നത് യേശു അവൻ്റെ ശരീരത്തിൽ ഒരു രൂപാന്തരം വരുത്തണം, ഒരു ഫിസിക്കൽ ഹീലിംഗ് അല്ലെങ്കിൽ ഒരു ശരീരത്തിലെ സൗഖ്യമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ യേശു അവൻ്റെ ശരീരത്തിൽ തൊടാതെ യേശു അവൻ്റെ മനസ്സിനകത്തേക്ക് കയറി, യേശു അവിടെ കൂടി നിൽക്കുന്നവരുടെ മനസ്സുകളിലേക്ക് കയറി, യേശു അവിടെ ഒരു മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ, ഒരു മൈൻഡ് റലത്തിൽ കർത്താവ് ശുശ്രൂഷിക്കുന്നതിനെ കാണുവാൻ കഴിയുക. യേശു കർത്താവ് ശിഷ്യന്മാരുടെ അവിശ്വാസത്തെ ശാസിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിശ്വാസം ആത്മാവിലല്ല, ശരീരത്തിലല്ല, അത് മനസ്സിലാകുന്നു. ആകയാൽ യേശു കർത്താവ് 1 ആത്മാവിൽ ശുശ്രൂഷിച്ചു, 2 ശരീരത്തിൽ ശുശ്രൂഷിച്ചു, 3 മനസ്സിനെ ശുശ്രൂഷിച്ചു, 4 യേശു കർത്താവ് പ്രകൃതിയിൽ തൻ്റെ ശുശ്രൂഷ വെളിപ്പെടുത്തി. ആ കാറ്റിനെ താൻ അടക്കി, കടലിനെ താൻ ശാസിച്ചു, തിരകളെ താൻ അമർത്തി. ഇതൊക്കെയും യേശു കർത്താവ് പ്രകൃതിയിൽ ചെയ്യുന്ന അത്ഭുതങ്ങളായിരുന്നു. 5ാമതായി യേശു കർത്താവിൻ്റെ ശുശ്രൂഷ വസ്തുക്കളിൽ യേശു ശുശ്രൂഷിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. 5 അപ്പത്തെ 5000 ആക്കുന്നു. ഇത് ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ പ്രകൃതിയിലോ ഉണ്ടാകുന്ന മാറ്റമല്ല, അവസ്ഥാ രൂപാന്തരങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു വസ്തുവിൽ യേശു, ഒരു സംഗതിയിൽ യേശു വരുത്തുന്ന ചലനങ്ങളെ കാണുവാൻ കഴിയും. ഇങ്ങനെ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയെ നാം പഠിച്ചാൽ പ്രധാനമായി 5ആയി തിരിച്ച് പഠിക്കുവാൻ കഴിയും. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ മനസ്സിൽ, സ്തോത്രം, നമ്മുടെ വസ്തുക്കളിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ, ഇങ്ങനെ 5 വിധത്തിൽ കർത്താവിന് ശുശ്രൂഷിപ്പാൻ കഴിയും. ഇന്ന് രാത്രി നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തി
സ്വാധീനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സംഗതികളാണ് കെട്ടപ്പെട്ടു പോയതെങ്കിൽ ആ സംഗതികളെ ചലിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ ആത്മാവിലാണ് പോരാട്ടമെങ്കിൽ അതിനെ സുഖപ്പെടുത്തുവാൻ കർത്താവിന് കഴിയും. നിങ്ങളുടെ ശരീരത്തിലാണ് ബന്ധനമെങ്കിൽ അതിനെ അഴിക്കുവാൻ കർത്താവിന് കഴിയും. നിങ്ങളുടെ മനസ്സിലാണ് ഭാരമെങ്കിൽ ആ മനസ്സിൻ്റെ ഭാരത്തെ അഴിക്കുവാൻ കർത്താവിന് കഴിയും. ഇന്ന് രാത്രികാലം മനസ്സുകൾക്കകത്ത് ശുശ്രൂഷിക്കുന്ന, ചിന്താമണ്ഡലത്തെ സ്വാധീനിക്കുന്ന, ചിന്തകൾക്കകത്ത് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ തലമാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്പ്പാനുള്ളത്. യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞു എന്നാണ് അവിടെ പറഞ്ഞു തുടങ്ങുന്നത്. ഇന്ന് രാത്രി നിങ്ങളുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും അവസ്ഥകളെ അറിയുന്നത് പോലെ നിങ്ങളുടെ മനോമണ്ഡലങ്ങളുടെ വ്യാകുലതകളെയും നിങ്ങളുടെ മനസ്സിനെയും കർത്താവ് നന്നായി അറിയുന്നുണ്ട്. കർത്താവ് നിങ്ങളുടെ മനസ്സിനെ മാത്രമല്ല അറിയുന്നത്, നിങ്ങൾക്കെതിരായ മനുഷ്യൻ്റെ മനോനിരൂപണങ്ങളെയും കർത്താവ് അറിയുന്നവനാണ്. ഒരുപക്ഷെ നിങ്ങളെ നോക്കി ചിരിക്കുന്ന വ്യക്തിയോ നിങ്ങൾക്ക് ഹസ്തദാനം തരുന്ന വ്യക്തിയോ നിങ്ങളോട് അനുകൂലമോ പ്രതികൂലമോ എന്ന് നിങ്ങൾക്കറിയുകയില്ലായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് എതിരോ അനുകൂലമായ മനോനിരൂപണങ്ങളെ നന്നേ ഗ്രഹിച്ച് നിങ്ങളെ സംരക്ഷിപ്പാൻ കഴിയുന്നവനാണ് നിങ്ങളുടെ ദൈവം എന്ന് ഇന്ന് രാത്രി അറിഞ്ഞുകൊള്ളണം. ഹെരോദ രാജാവിനെ കണ്ടിട്ട് യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് വിദ്വാൻമാർ കടന്നു പോകുമ്പോൾ ഹെരോദാവ് അവരോട് പറഞ്ഞത്, ഞാനും പോയി നമസ്കരിക്കേണ്ടതിന് അവൻ്റെ വീട് എവിടെയാണെന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ഒന്ന് വന്ന് പറയണമെന്നാണ് പറഞ്ഞത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ട് ഗതി നിർണയിക്കുവാൻ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ട് യഹൂദന്മാർക്ക് രാജാവ് ജനിച്ചുവെന്നും ആ ജനിച്ച സ്ഥലം എവിടെയാണെന്നും കണ്ടുപിടിക്കുവാൻ കഴിയുന്ന വാന നിരീക്ഷകർക്ക് പക്ഷേ ഈ രാജാവിൻ്റെ മനസ്സിനകത്ത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവർ കരുതി ഈ രാജാവ് പച്ച പരമാർത്ഥിയായിട്ട് പറയുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ പോയി നമസ്കരിക്കാനാണെന്ന്. എന്നാൽ ഹെരോദാവിൻ്റെ ഹൃദയ നിരൂപണം സ്വർഗത്തിലിരുന്ന് അറിഞ്ഞ ദൈവം തൻ്റെ ദൂതനെ അയച്ചു വഴിമധ്യേ മടങ്ങി വരുമ്പോൾ വിദ്വാൻമാരുടെ അടുക്കൽ പറഞ്ഞു, നീ ഹെരോദാവ് പറഞ്ഞതിനെ വിശ്വസിക്കരുത്, അവൻ കള്ളമാണ് പറഞ്ഞത്. തിരികെ നീ ഇനി ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ പോകരുത്, നീ വേറെ വഴിയായി പോകുവാൻ പറയുകയാണ്. അതേ രാത്രിയിൽ ദൈവം യോസേഫിൻ്റെ അടുക്കൽ പിന്നെയും പോയി പറയുകയാണ്, യോസേഫ്, നീ അറിയാത്ത ഒരു രഹസ്യം ഞാൻ നിന്നോട് പറയാം. നീ ഇതുവരെയും പരിചയപ്പെട്ടിട്ടില്ലാത്ത ഈ ദേശത്തെ ഭരിക്കുന്ന ഹെരോദ രാജാവ് അവൻ്റെ കൊട്ടാരത്തിലിരുന്ന് നിന്നെ മുച്ചൂടും മുടിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ആകയാൽ നീ ശിശുവിനെയും കൂട്ടിക്കൊണ്ട് മാതാവിനെയും എടുത്തുകൊണ്ട് മിസ്രൈമിലേക്ക് സഞ്ചരിക്കുവാൻ പറയുകയാണ്. പ്രവാചകനായ എലീശയെ പിടിക്കുവാൻ തക്കവണ്ണം അരാം രാജാവ് സൈന്യത്തെ അയക്കുമ്പോൾ അവനെ അലട്ടുന്ന പ്രശ്നം, ഞാൻ എൻ്റെ അരമനയ്ക്കകത്ത് പറയുന്നതും എൻ്റെ മനസ്സിൽ നിരൂപിക്കുന്നതോ ദൂരത്തിരുന്ന് കണ്ടുപിടിക്കുന്നതായ ഒരു പ്രവാചകൻ ഇസ്രായേലിലുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഏത് മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് നിനക്കെതിരെ വക്രതയുടെ കൊടുവാൾ ഒളിപ്പിച്ചാലും അതിനെ പുറത്തെടുപ്പാൻ കഴിയുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് ഇന്ന് രാത്രി ഉറച്ച് വിശ്വസിച്ചു കൊള്ളണം. യേശു കർത്താവ് ജനത്തിൻ്റെ അടുക്കൽ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ ചിന്തകളെ ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ മനോവ്യാകുലങ്ങളെ കർത്താവ് അറിയുന്നു. നിങ്ങളെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ നിരൂപണങ്ങളെ കർത്താവ് അറിയുന്നു. നിങ്ങളെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ മനോനിരൂപണങ്ങളെ അറിഞ്ഞ് കർത്താവ് ഇടപെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇനിയും നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. നമ്മുടെ ചിന്തകളെ കർത്താവ് വളരെയേറെ ശ്രദ്ധിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ചിന്ത വളരെ സ്വാധീനതയുള്ളതാണ്. നമ്മുടെ ചിന്ത നമ്മുടെ ജീവിതത്തിൽ പൈശാചിക മണ്ഡലങ്ങൾ നമുക്കെതിരെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ, ദുരാത്മസേനകൾ നമുക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലം വളരെയേറെ ശ്രദ്ധയേറിയ വിഷയമാണ്. ഞാൻ ദാനിയേലിൻ്റെ പ്രവചനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. ദാനിയേലിൻ്റെ പ്രവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് വരുമ്പോൾ അവിടെ ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ദർശന ഭാഗം പറയുകയാണ്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ
അധ്യായത്തിൽ ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദർശനത്തോടനുബന്ധിച്ച് അലക്സാണ്ടറിന്റെ പതനത്തിന് ശേഷം കസാൻഡറിന്റെയും സെലൂക്കസിന്റെയും നേതൃത്വത്തിൽ ഉയർന്നു വരുന്ന ചതുർഭാഗ ഗ്രീക്ക് സാമ്രാജ്യം അല്ലെങ്കിൽ 4 വിഭജിക്കപ്പെടുന്ന ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമായിട്ട് ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിന് അനന്തരമായി ഉയർന്നു വരുന്ന സാമ്രാജ്യത്തെ, റോമ സാമ്രാജ്യത്തെ, അല്ലെങ്കിൽ അതിനു മുമ്പായി ഉയരുന്ന അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ രാജാവിങ്കലേക്കും ചരിത്രത്തിലേക്കുമല്ല ഞാൻ കടന്നു പോകുന്നത്. അതിൻ്റെ 23 വാക്യത്തിലേക്ക് വരുമ്പോൾ, ദാനിയേലിന്റെ പുസ്തകം 8 അധ്യായം 23 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ഉഗ്രഭാവവും ഉപായ ബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും എന്ന് പറയുകയാണ്. അവൻ്റെ മുഖം ഭയങ്കര ഭീതിപ്പെടുത്തുന്നതായിരിക്കും, അവൻ്റെ ബുദ്ധി ഉപായം നിറഞ്ഞതായിരിക്കും. എന്നിട്ട് 24 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അവൻ്റെ അധികാരം വലുതായിരിക്കും. എന്നാൽ ഈ 3 ഭാഗങ്ങളും സാധാരണ രാജാക്കന്മാരിൽ കണ്ടുവരുന്നതാണ്. ഉഗ്രഭാവം, ഉപായ ബുദ്ധി, വലിയ അധികാരം. എന്നാൽ അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുകയാണ്, അവൻ്റെ അധികാരം വലിയതായിരിക്കും, പക്ഷേ ഒരിക്കലും അത് അവൻ്റെ സ്വന്തം ശക്തിയല്ല, പകരം ഒരു മറഞ്ഞിരിക്കുന്ന അന്ധകാര ശക്തിയാൽ ഭരിക്കപ്പെടുന്നതായ ഒരു ദുരാത്മ നിയന്ത്രിതമായിരിക്കുന്ന ഒരു പൈശാചിക രാജ്യത്വം ഭൂമിയിൽ ഉടലെടുക്കും എന്ന് പറയുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവജനത്തിൻ്റെ അടുക്കൽ ഒരു യാഥാർത്ഥ്യം ഞാൻ വിളിച്ചു പറയാം. ലോകത്തിലെ എല്ലാ രാജ്യത്വങ്ങളും ജനാധിപത്യ വ്യവസ്ഥിതിക്കകത്ത് ഉയർന്നു വരുന്നതോ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ഉയർന്നു വരുന്നതോ അല്ല. അതൊരു പ്രസ്ഥാനത്തിലായിരുന്നാലും, അതൊരു രാഷ്ട്രീയതയിലായിരുന്നാലും, അതൊരു ദേശീയതയിലായിരുന്നാലും, പൈശാചിക മണ്ഡലങ്ങളാൽ ഉണർത്തിവിടപ്പെടുന്ന അരങ്ങുവാഴുന്ന രാജാക്കന്മാർ കാലാകാലങ്ങളിൽ എഴുന്നേറ്റ് വരും. ഈ കാലങ്ങളിലും നമ്മൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും പൈശാചിക ശക്തികളാൽ പ്രേരണയിൽ എഴുന്നേറ്റ് വരുന്ന രാജ്യശക്തികളെ കാണുവാൻ കഴിയും. അങ്ങനെ ഒരു രാജ്യാധികാരം അവിടെ കയറി വരികയാണ്. എന്നിട്ട് പറയുകയാണ്, അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കും. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വളരെ മനോഹരമാണ്. വണ്ടർഫുൾ ഡിസ്ട്രക്ഷൻ എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. ഹി ഷാൽ ഡിസ്ട്രോയ് വണ്ടർഫുള്ളി. വണ്ടർഫുൾ ഡിസ്ട്രക്ഷനുകൾ അവൻ സംഭവിപ്പിക്കാം. ആമേൻ. ഈ കാലഘട്ടത്തിലുകളൊക്കെ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഭരണം മാറി വേറൊരു ഭരണകൂടം കയറി വരുമ്പോൾ ഭയങ്കര വണ്ടർഫുള്ളായിട്ട് അതിശയകരമായി ഇടിച്ചു തകർക്കുന്ന ബുൾഡോസർ രാഷ്ട്രീയമൊക്കെ ഇന്ന് നമുക്ക് പുത്തരിയല്ല. ആകയാൽ വണ്ടർഫുൾ ഡിസ്ട്രക്ഷനോടുകൂടെ അധികാരത്തിൽ കയറി വരുന്ന ഒരു മനുഷ്യൻ, എന്നാൽ അവൻ അടുത്തതായി വിശുദ്ധ ജനത്തെ നശിപ്പിക്കുന്നു. വീണ്ടും അതിൻ്റെ 25 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഞാൻ നിങ്ങളെ കാണിപ്പാനിരിക്കുന്ന വാക്യം. അവൻ നയബുദ്ധിയാൽ തൻ്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പ് ഭാവിച്ച്, അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിക്കണമേ, നിശ്ചിന്തയോടിരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്തു നിന്ന് കൈതൊടാതെ തകർന്നു പോകുകയും ചെയ്യും. അവിടെ പറയുകയാണ്, നിശ്ചിന്തയോടുകൂടെ ഇരിക്കുന്നവരെ നശിപ്പിച്ചു കളയും. ഒരു അന്ധകാര ശക്തിയുടെ പ്രേരണയാൽ ഒരു ദുരാത്മ ഭരണകൂടം ലോകത്തിൽ എഴുന്നേൽക്കുന്നു. അത് അനേകരെ നശിപ്പിക്കുന്നു. അത് നശിപ്പിക്കുന്നതിലെ ഒരു പ്രധാന സമൂഹം പറയുകയാണ്, ചിന്തയില്ലാത്തവരെ നശിപ്പിച്ചു കളയുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവജനത്തിൻ്റെ അടുക്കൽ ഞാൻ ഓർപ്പിച്ചുണർത്തുന്ന ഒന്നാമത്തെ വിഷയം, നിങ്ങൾ ചിന്തയുള്ളവരായിരിക്കണം. പ്രവാചകൻ ഇസ്രായേലിനെ നോക്കി വിളിക്കുകയാണ്, ഹേ ചിന്തയില്ലാത്ത സ്ത്രീകളെ, നിങ്ങൾക്ക് ചിന്തയില്ല എങ്കിൽ, ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകും എന്ന് പറയുകയാണ്. ചിന്തയില്ലാത്ത വ്യക്തികളെ പിശാചിന് നശിപ്പിക്കുവാൻ എളുപ്പമാണ്. കുടുംബത്തെക്കുറിച്ച് ചിന്തയില്ലെങ്കിൽ, തലമുറകളെക്കുറിച്ച് ചിന്തയില്ലെങ്കിൽ, ഏൽപ്പിക്കപ്പെട്ട പ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തയില്ലെങ്കിൽ, നിയോഗിക്കപ്പെട്ട ശുശ്രൂഷയെക്കുറിച്ച് ചിന്തയില്ലെങ്കിൽ, നൽകപ്പെട്ട ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ചിന്തയില്ലെങ്കിൽ, ജീവിത പങ്കാളിയെക്കുറിച്ച് ചിന്തയില്ലെങ്കിൽ, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച്, നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ലെങ്കിൽ, നിശ്ചിന്തന്മാരെ നശിപ്പിക്കുന്ന ഒരു ഭരണകൂടത്തെ കുറിച്ച് പറയുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സ്നേഹിത സഹോദരി സഹോദരങ്ങളോടും പറയുകയാണ്, നിങ്ങൾ ചിന്ത ഉള്ളവരായിരിക്കണം. നിങ്ങൾ ചിന്താകുലമുള്ളവരല്ല, നിങ്ങൾ ചിന്തയുള്ളവരായിരിക്കണം. കാരണം ചിന്തയില്ലാത്തവരെ, നിശ്ചിന്തന്മാരെ നശിപ്പിച്ചു കളയുന്ന ഒരു രാജകീയ ഭരണകൂടം അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരുമെന്ന് ദാനിയേൽ വിളിച്ചു പറഞ്ഞു.
ആകയാൽ ഈ നാളുകളിൽ ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നിങ്ങളെ ഫലമേൽപ്പിക്കപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തയുള്ളവരായിരിക്കണം, ആലോചിക്കണം, ചിന്തിക്കുന്നവർ ആയിരിക്കണം. വീണ്ടും യെഹെസ്കേലിൻ്റെ പ്രവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. യെഹെസ്കേലിൻ്റെ പ്രവചനം 30-ാം അധ്യായത്തിൽ അവിടെ ഒരു വംശത്തെ കാട്ടിയിട്ട് പറയുകയാണ്. ആ വംശക്കാരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ വംശക്കാർക്ക് ചിന്തയില്ല, ആ കൂട്ടർക്ക് ചിന്തയില്ല. നാം യെഹെസ്കേൽ പ്രവചനം 30-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതുന്നത്: ആ നാളിൽ ദൂതന്മാർ നിശ്ചിന്തന്മാരായ കൂശ്യരെ ഭയപ്പെടുത്തേണ്ടതിന്. ആ ഭാഗം മാത്രം ഒന്ന് വായിക്കാമോ? നിശ്ചിന്തന്മാരായ, ആ നാളിൽ ദൂതന്മാർ നിശ്ചിന്തന്മാരായ കൂശ്യരെ ഭയപ്പെടുത്തേണ്ടതിന്. നിശ്ചിന്തന്മാരെ ഒന്ന് നശിപ്പിക്കാൻ കഴിയും, രണ്ട് നിശ്ചിന്തന്മാരെ എന്ത് ചെയ്യുവാൻ കഴിയും? ഭയപ്പെടുത്തുവാൻ കഴിയും. എന്നിട്ട് അടുത്ത ഭാഗം, ഭയപ്പെടുത്തേണ്ടതിന് കപ്പലുകളിൽ കയറി എന്റെ മുമ്പിൽ നിന്ന് പുറപ്പെടും. അടുത്ത ഭാഗം, അപ്പോൾ മിസ്രൈമിന്റെ നാളിൽ എന്ന പോലെ അവർക്ക് അതിവേദനയുണ്ടാകും. കണ്ടോ, ചിന്തയില്ലാത്ത ജീവിതം നാശത്തെ കൊണ്ടുവരും. രണ്ട്, ചിന്തയില്ലാത്ത ജീവിതം ഭയത്തെ കൊണ്ടുവരും. മൂന്ന്, ചിന്തയില്ലാത്ത ജീവിതം അതിവേദനകളെ കൊണ്ടുവരും. ഞാൻ ആമുഖമായി അതിനെ പറഞ്ഞു പോവുകയാണ്. ചിന്തയില്ലാത്ത ഒരു ജീവിതവുമായി മുൻപോട്ട് പോകരുത്. അത് വേദനകളെ കൊണ്ടുവരും, അത് ഭയത്തെ കൊണ്ടുവരും, അത് സർവനാശത്തിലേക്ക് നമ്മളെ നടത്തുന്നതായിരിക്കും. ആകയാൽ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതം ചിന്താബോധമുള്ളവരായിരിക്കണം എന്ന് ഓർത്തുകൊള്ളണം. എന്നാൽ ചിന്തയുള്ളവരായി മാത്രം ഇരുന്നാൽ പോരാ, ഈ ചിന്തയിൽ നമ്മൾ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്: എൻ്റെ ജീവിതത്തിൽ 2 വിധത്തിൽ ഞാൻ ചിന്തിക്കുന്നവനായിരുന്നു. എൻ്റെ ചിന്താശേഷി 2 തലത്തിലായിരുന്നു. എന്താണ് 2 തലത്തിലുള്ള ചിന്ത? 1 കൊരിന്ത്യർ 13:11 വാക്യം: ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. അവിടെ പറയുകയാണ്, ശിശുവിനെ പോലെ സംസാരിക്കുക, ശിശുവിനെ പോലെ ചിന്തിക്കുക, ശിശുവിനെ പോലെ നിരൂപിക്കുക. എന്നാൽ പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചില്ല, ശിശുവിനെ പോലെ നിരൂപിച്ചില്ല. സ്തോത്ര. ഇവിടെ 2-ാമത്തെ വിഷയത്തെ മാത്രം എടുക്കുകയാണ്. 2 തലത്തിലുള്ള ചിന്തകളെ കുറിച്ച് പറയുകയാണ്. ഞാൻ ശിശുവിനെ പോലെ ചിന്തിക്കുക. എന്നാൽ ശിശുവിനെ പോലെയുള്ള ചിന്ത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജന്മനാ അവനിൽ ലഭിക്കുന്ന ഒരു ചിന്താശേഷിയാണ്. ഏതൊരു മനുഷ്യനും ജന്മനാ ഒരു ചിന്താശേഷിയുണ്ട്. ജനിച്ച ആ നാൾ തുടങ്ങി അവന് ചിന്തിപ്പാൻ ഒരു കഴിവ് നൽകുക. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരിങ്ങനെ കത്തുന്ന ലൈറ്റിലേക്കോ കറങ്ങുന്ന ഫാനിലേക്കോ ഒക്കെ ഇങ്ങനെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുക. അവരുടെ വീട്ടിൽ അവരുടെ അമ്മയോ അച്ഛനോ അല്ലാതെ വേറെ ഒരാൾ അവരുടെ വീട്ടിൽ കയറി വന്ന് എത്ര സ്നേഹപ്രകടനം കാണിച്ചാൽ അവരിങ്ങനെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുക. 1 മിനിറ്റ് ഇങ്ങനെ നോക്കിയിട്ട് പരിചിതമല്ലാത്ത മുഖമാണെന്ന് കാണുമ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങുക? കരയാൻ തുടങ്ങുക. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആ 1 മിനിറ്റിനകത്ത് തന്നെ എന്ത് ചെയ്യുകയാണ്? ചിന്തിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ശിശുവായവൻ എന്ത് ചെയ്യുകയാണ്? ശിശുവിനെ പോലെ ചിന്തിക്കുകയാണ്. എന്നാൽ ശിശുവിനെ പോലെയുള്ള ഒരു മനുഷ്യന്റെ ജന്മസിദ്ധമായ ചിന്താശേഷിയിൽ അവൻ നിന്നാൽ പോരാ. അവൻ പുരുഷനാകുമ്പോൾ അതിനെ ത്യജിച്ചു കളയുകയാണ്. എന്നിട്ട് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 15-ാം വാക്യത്തിൽ പൗലോസ് ഈ ചിന്തയുടെ വളർച്ചയെ പറയുകയാണ്. കണ്ടോ, ചിന്തയുടെ വളർച്ച. കൊരിന്ത്യ ലേഖനത്തിൽ ചിന്ത നിലയിൽ നിൽക്കുമ്പോൾ ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ ഈ ചിന്തയ്ക്കൊരു വളർച്ച പറയുകയാണ്. അതാണ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുകയാണ്: നമ്മിൽ
തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. അപ്പോൾ അതിന്റെ മുകളിലെ ഭാഗത്തിൽ പറയുകയാണ്, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനായിട്ടാഞ്ഞും ക്രിസ്തു യേശുവിൽ പരമവിളി, ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന് പറഞ്ഞ് ഒരു ലക്ഷ്യബോധത്തെ വെച്ചിട്ട് ഒരു ലക്ഷ്യബോധത്തെ വെച്ചിട്ട് ലക്ഷ്യത്തിലേക്ക് ചിന്തയെ കൊണ്ടുപോകുന്ന ഒരു ഭാവി ചിന്തയിലേക്ക് കൊണ്ടുപോയിട്ട് പറയുകയാണ്, നമ്മളിൽ തികഞ്ഞവരൊക്കെ എങ്ങനെ ചിന്തിക്കണം? ഇങ്ങനെ ചിന്തിക്കണം. അപ്പോൾ ശിശുവിന് എങ്ങനെ ചിന്തിക്കാം? ശിശുവിന് എങ്ങനെയും ചിന്തിക്കാം. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിന്റെ പെർഫെക്ഷനിലേക്ക് ഒരു മനുഷ്യൻ കയറി വരുമ്പോൾ അവൻ എങ്ങനെയെങ്കിലും ചിന്തിക്കാൻ അവകാശമില്ല. അവന്റെ ചിന്താമണ്ഡലത്തിനകത്ത് ഒരു ദൈവിക വരയുണ്ട്, ഒരു ദൈവിക നിർണയമുണ്ട്. നിങ്ങളിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ ചിന്തിച്ചു കൊള്ളുക. എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗം കണ്ടോ, വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ചിന്തിച്ചാൽ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ചിന്തിച്ചില്ലെങ്കിലുള്ള കുഴപ്പങ്ങളെ ഞാൻ മുൻപേ പറഞ്ഞോ, പക്ഷെ ചിന്തിച്ചാലുള്ള ഗുണം കണ്ടോ, ചിന്തിച്ചാൽ ദൈവം നിങ്ങൾക്ക് ചിലത് വെളിപ്പെടുത്തി തരും. ഞാനതിനെ ഒത്തിരി സാധാരണമായ നിലയിൽ പറയുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ ദൈവം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിലത് വെളിപ്പെടുത്തി തരും. നിങ്ങളുടെ മേൽ കിടക്കുന്ന നിയോഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ നിയോഗവുമായി ബന്ധപ്പെട്ടതിനെ വെളിപ്പെടുത്തി തരും. നിങ്ങളുടെ തൊഴിലിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും. സ്തോത്ര. ദീർഘനാളുകളായി നാം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഭാഗമുണ്ട്. സ്തോത്ര. ഒരു ഭക്തനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ ഒരു വലിയ മെഷീൻ കേടായിപ്പോയി. ആ മെഷീൻ കേടായിപ്പോയി. പലയിടത്തു നിന്നും പലരും വന്നത് നന്നാക്കുവാൻ പരിശ്രമിച്ചോ, അത് നന്നാക്കുവാൻ കഴിഞ്ഞില്ല. ആ രാത്രി ഈ ഒരു ചെറിയ ടെക്നീഷ്യനായ മനുഷ്യൻ ആ രാത്രി മുഴുവൻ തൻ്റെ മുറിയിലിരുന്ന് ആ മെഷീൻ കേടായിപ്പോയാൽ, ആ മെഷീൻ നാളെ വർക്ക് ചെയ്തില്ലെങ്കിൽ അത് തനിക്ക് എങ്ങനെ തൻ്റെ ഉപജീവനം നഷ്ടപ്പെടുമല്ലോ എന്ന് വ്യാകുലപ്പെട്ട് കിടന്നുറങ്ങിയെന്നോ, അന്ന് രാത്രി സ്വപ്നത്തിൽ ആ മെഷീൻ്റെ കേടിനെ ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തുവെന്നും നമുക്ക് പറഞ്ഞു കേട്ടതും വായിച്ചു കേട്ടതുമായ ഒരു സംഭവമുണ്ട്. ആ മനുഷ്യൻ അന്ന് രാത്രി ആ മെഷീനറിയുടെ പ്രശ്നം, അതിൻ്റെ ഫോൾട്ട് വെളിപ്പെടുവാൻ കാരണം അദ്ദേഹം രാത്രിയിൽ പോയി സുഖമായി കിടന്നുറങ്ങിയത് കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്കകത്ത്, അദ്ദേഹത്തിൻ്റെ ആ ആകുലതയ്ക്കകത്താണ് ദൈവം മറുപടി നൽകിയത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, ചിന്തിക്കാത്ത മനുഷ്യന് ദൈവമൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. സ്തോത്രം. ദൈവവചന ശുശ്രൂഷയെ കുറിച്ച് ചിന്തയുള്ളവനെ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? ശുശ്രൂഷയുടെ വെളിപ്പാട് നൽകത്തുള്ളൂ. തലമുറയെക്കുറിച്ച് ചിന്തയുള്ളവന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? തലമുറയുടെ ഭാവിയെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുക്കത്തുള്ളൂ. രാഷ്ട്രീയ ഭാവിയെ, ലോകത്തിന്റെ പോക്കിനെ കുറിച്ച് ചിന്തയുള്ളവന് മാത്രമേ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? ലോകത്തെക്കുറിച്ചുള്ള ദൂത് നൽകത്തുള്ളൂ. സഭയെക്കുറിച്ച് ചിന്തയുള്ളവന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? സഭയെക്കുറിച്ച് ദൈവം ദൈവം വെളിപ്പെടുത്തത്തുള്ളൂ. കണ്ടോ, വാക്യം എത്ര മനോഹരമായ പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പിയർ 3:15, നിങ്ങൾ വല്ലതും ചിന്തിച്ചാൽ ദൈവം നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും. ഇന്ന് രാത്രി ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വെളിപ്പാട് പ്രാപിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് എന്തുണ്ടാകണം? അതിനകത്തൊരു ചിന്തയുണ്ടാകണം. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കാൻ കടന്നു വരുന്നു. സ്തോത്ര. എത്ര ദിവസങ്ങൾക്ക് മുൻപേ ഞാൻ ദൈവസന്നിധിയിൽ ഓരോ പ്രാർത്ഥനകൾക്കിരിക്കുമ്പോഴോ, ഓരോ ദിവസങ്ങളിലും, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും ഞാൻ എൻ്റെ കലണ്ടർ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓരോ ദിവസവും എൻ്റെ മുമ്പിലുള്ള മീറ്റിങ്ങുകളെ നോക്കാം. ആ മീറ്റിങ്ങുകളെ നോക്കി ഞാനിങ്ങനെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് ചിന്തിക്കാം, ദൈവമേ അവിടെ ഞാൻ പ്രസംഗിക്കണം, അത് കഴിഞ്ഞ് ഇത്ര കിലോമീറ്റർ ഓടി ഞാൻ ഇന്നടത്ത് വരണം, അവിടെ നിന്ന് രാത്രി ഞാൻ ഇത്ര കിലോമീറ്റർ ഓടണം, വെളുപ്പിനെ ഇത്ര മണിക്ക് ഞാൻ ഇവിടെ വരും, ഇവിടെ നിന്ന് ഞാൻ രാവിലെ വീണ്ടും യാത്ര പുറപ്പെട്ടാൽ ഇവിടെ എത്താൻ കഴിയുക, ഞാൻ അവിടെ എന്ത് ദൂത് നൽകണം. ഇങ്ങനെ ദൈവസന്നിധിയിൽ ചിന്തിച്ചാൽ മാത്രമേ, ഈ ചിന്തകളാണ് എന്നെ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോഴാണ് ദൈവം എനിക്ക് എന്ത് നൽകുന്നത്? പ്രസംഗിക്കുവാനുള്ള വെളിപ്പാട് നൽകുന്നത്, എനിക്ക് ദൂത് നൽകുന്നത്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ചിന്തയുള്ളവന് മാത്രമേ ദൈവം എന്തെങ്കിലും ഒന്ന്
വെളിപ്പെടുത്തി കൊടുക്കത്തുള്ളൂ. ആകയാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ ദൈവം അത് വെളിപ്പെടുത്തി തരാം. എന്നാൽ എങ്ങനെയെങ്കിലും ചിന്തിച്ചാൽ, ഏത് വിധത്തിൽ ചിന്തിച്ചാലാണ്? നമ്മൾ പൊതുവെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുതെന്നാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ഭാരം പറഞ്ഞാൽ പറയും, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. നോ 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 നോ, നിങ്ങൾ ചിന്തിക്കുക തന്നെ ചെയ്യണം. പക്ഷേ ചിന്താധാര തെറ്റുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം, പക്ഷേ നിങ്ങളുടെ ചിന്താധാരയ്ക്ക് എന്ത് സംഭവിക്കരുത്? പിഴവ് സംഭവിക്കരുത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനമായി 2 ചിന്താധാരകളാണുള്ളത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനമായ 2 ചിന്താധാരകളാണുള്ളത്. ലോകത്തിലെ എത്ര ചിന്താധാരകളുണ്ടെങ്കിലും, അത് കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയാണെങ്കിലോ, അത് സോഷ്യലിസ്റ്റ് ചിന്താധാരയാണെങ്കിലോ, അത് ഏത് ഇസങ്ങളുടെ ചിന്താധാരയാണെങ്കിലോ, എല്ലാ ചിന്താധാരകളെയും ആത്മീയ വീക്ഷണത്തിൽ പഠിക്കുമ്പോൾ 2 ചിന്താധാരകൾ മാത്രമേ ഉലകത്തിലുള്ളൂ. ആ 2 ചിന്താധാരകളാണ് റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ 2 ചിന്താധാരകളെ കുറിച്ച് പറയുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 6-ാം വാക്യം, അതിൽ ഒന്നാമതായി പറയുകയാണ്, ഒരു ചിന്താധാര, അത് ജഡത്തിന്റെ ചിന്താധാരയാണ്. രണ്ടാമതായി പറയുകയാണ് ആത്മാവിന്റെ ചിന്ത. ഇങ്ങനെ 2 ചിന്തകളാണ് ഒരു മനുഷ്യനിൽ നിന്ന് ഉടലെടുക്കുന്നത്. ഈ ചിന്തയാണ് ഒരു മനുഷ്യന്റെ ഭാവിയെ, ഒരു മനുഷ്യന്റെ മനോമുകുരങ്ങളെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ജഡത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ, ജഡീകമായി അവന്റെ ചിന്ത വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ശിശുവായ അവന്റെ ചിന്ത വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ, അവൻ ചിന്തിച്ച് എന്തോ ചെയ്യോ? അവൻ ചിന്തിച്ച് മരിക്കും എന്ന് പറയുകയാണ്. സ്തോത്ര. കഴിഞ്ഞ ദിവസവും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ആത്മഹത്യയെക്കുറിച്ചാണ്. സ്തോത്രം. എന്താണ് ഇവരൊക്കെ ആത്മഹത്യ ചെയ്യുവാൻ കാരണം? ഒരു ചിന്തയും ഇല്ലാഞ്ഞിട്ടാണോ? ചിന്തയില്ലാഞ്ഞിട്ടാണെങ്കിൽ അവർ മാന്യമായിട്ട് ജീവിച്ചേനെ. അവർ ചിന്തിച്ച് ആത്മഹത്യ ചെയ്തത്. പക്ഷേ അവർ ചിന്തിച്ചത് മുഴുവൻ എങ്ങനെയായിരുന്നെന്നറിയാമോ? ജഡീകമായിട്ടായിരുന്നു ചിന്തിച്ചത്. ജഡീക ചിന്ത മരണത്തിലേക്കൊരു മനുഷ്യനെ കൊണ്ടുപോകുന്നു. ജഡീക ചിന്ത നാശത്തിലേക്കൊരു മനുഷ്യനെ കൊണ്ടുപോകുന്നു. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് പറയുകയാണ്, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ എന്ന് പറയുകയാണോ? സ്തോത്ര. അപ്പോൾ ഒരു ജഡത്തിൻ്റെ ചിന്ത മരണത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ആത്മാവിൻ്റെ ചിന്ത ജീവനിലേക്ക് കൊണ്ടുപോവുകയാണ്. ജഡത്തിൻ്റെ ചിന്ത നിലവിളിയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ആത്മാവിൻ്റെ ചിന്ത സമാധാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് എൻ്റെ ചിന്ത ജഡീകമാണോ ആത്മീകമാണോ എന്ന് എനിക്ക് എങ്ങനെ തിരിച്ചറിയാം? ആമേൻ. അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പേ എനിക്കറിയണ്ടേ എൻ്റെ ചിന്ത ജഡീകമാണോ ആത്മീകമാണോ എന്ന്. അതിനാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, ജഡത്തിന്റെ ചിന്തയെയും ആത്മാവിന്റെ ചിന്തയെയും എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയുക? 7-ാം വാക്യത്തിൽ പറയുകയാണ്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. വീണ്ടും 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ജഡ സ്വഭാവമുള്ളവർക്ക് ആത്മാവ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുമില്ല. അപ്പൊ ജഡചിന്തയുടെ പ്രധാനമായ 3 ഭാഗങ്ങൾ അവിടെ പറയുകയാണ്. അതിലെ 1-ാമത്തെ ഭാഗം മാത്രം ഞാൻ എടുക്കാം. ഒന്നാമത്തെ വിഷയം, രണ്ടാമത്തേത് പറ്റുമെങ്കിൽ എടുക്കാം സമയം പോലെ. ജഡത്തിന്റെ ചിന്തയുടെ 1-ാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? ജഡത്തിന്റെ ചിന്തയുടെ 1-ാമത്തെ പ്രത്യേകത, അത് ദൈവത്തോട് ശത്രുതമായിരിക്കുക. എന്നാലും എൻ്റെ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്നെ കൈവിട്ടല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളോട് മാത്രം ദൈവത്തിനൊരു മനസ്സലിവില്ലല്ലോ, ദൈവം എപ്പോഴും അങ്ങനെയാ പണക്കാരുടെ കൂടെ നിൽക്കത്തുള്ളൂ, ദൈവം എപ്പോഴും അങ്ങനെ കയ്യൂക്കൊള്ളവൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. എളിയവൻ്റെ പ്രാർത്ഥന ആര് കേൾക്കാനാ? ദൈവം പോലുമില്ല. ദൈവം അല്ലയോ, ദൈവത്തിന് തോന്നുന്നത് പോലെ ചെയ്യട്ടെ. ദൈവത്തോട് പിറുപിറുക്കുന്ന ചിന്തകൾ ഉയർന്നു വരുമ്പോൾ ദൈവം ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയാ ഇങ്ങനെ സംഭവിക്കുന്നത്? ദൈവത്തിന് കഴിയുമായിരുന്നെങ്കിൽ എന്താ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇന്ന് രാത്രി നിങ്ങളുടെ ചിന്താധാരയെ ഒന്ന് പരിശോധിക്കണം. ദൈവത്തോട് എതിർക്കുന്ന, ദൈവത്തെ കുറ്റം പറയുന്ന, ദൈവത്തോട് മറുത്തു നിൽക്കുന്ന ഒരു ചിന്താധാരയ്ക്കകത്താണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ അതിൻ്റെ അവസാനം മരണമായിരിക്കുക. എന്നാൽ ദൈവത്തോട് ശത്രുത്വമല്ലാതെ ദൈവത്തിന് കീഴടങ്ങുന്ന, ദൈവ
ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ചിന്താധാരയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ, ഏത് പ്രതികൂലം കടന്നു വരുമ്പോഴോ, ഏത് ആകുലത കടന്നു വരുമ്പോഴോ, ഏത് സങ്കടം കടന്നു വരുമ്പോഴോ ഇതിനപ്പുറം ഒരു നന്മയുണ്ടെന്ന് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു ചിന്താധാരയാണ് നിങ്ങളുടെ അകതാരിൽ കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയുവാൻ കഴിയാ, നിങ്ങളുടെ ചിന്തയുടെ അധികാരി അത് ആത്മാവാകുന്നു എന്ന് പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അത് മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ചിന്തയെ സ്വാധീനിക്കുന്നത് ഇന്ന് രാത്രി നിങ്ങളങ്ങ് തീരുമാനിക്കുക, ഇന്ന് തുടങ്ങി ഞാൻ ജഡികമായി ചിന്തിക്കത്തില്ല, ആത്മീകമായി ചിന്തിക്കുമെന്ന്. ഒറ്റ രാത്രി കൊണ്ടത് നടക്കത്തില്ല. കാരണം അത് ഒരു മനുഷ്യൻ്റെ ചിന്തകളെ സ്വാധീനിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ്റെ ചിന്തയെ സ്വാധീനിക്കുന്നത് അവൻ്റെ സ്വഭാവമാണ്. അതാണ് അതിൻ്റെ തൊട്ടു മുകളിലത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. റോമർ 8:5. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? റോമർ 8:5 എഴുതിയിരിക്കുന്നത്, സ്തോത്ര, അവിടെ എഴുതിയിരിക്കും. റോമർ 8:5 പറയുന്നത് ഇങ്ങനെയാണ്: ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും സ്വഭാവമുള്ളവർ ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പോ സ്വഭാവം നന്നായാലേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ചിന്താമണ്ഡലം സ്വാധീനിക്കപ്പെടത്തുള്ളൂ. ഒരു മനുഷ്യന്റെ ചിന്ത കറപ്റ്റ് ആകുന്നെങ്കിൽ, ഒരു മനുഷ്യന്റെ മൈൻഡ് കറപ്റ്റ് ആകുന്നെങ്കിൽ അതിന്റെ കാരണം അവന്റെ ക്യാരക്ടറാണ്. ക്യാരക്ടർ ഇൻഫ്ലുവൻസസ് ദ മൈൻഡ്. ആമേൻ. ഒരു മനുഷ്യന്റെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആകണമെങ്കിൽ, ഒരു മനുഷ്യന്റെ ചിന്താമണ്ഡലം കറക്റ്റ് ആകണമെങ്കിൽ അവന്റെ സ്വഭാവം നല്ലതായിരിക്കണം. സ്വഭാവം നന്നാവാത്തിടത്തോളം ചിന്താമണ്ഡലം നന്നാവത്തില്ല. സ്വഭാവം നന്നായാലേ ചിന്താമണ്ഡലം നന്നാവത്തുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യന്റെ ചിന്തയ്ക്ക് എങ്ങനെ മാറ്റം വരുത്താം? ഒരു മനുഷ്യന്റെ ചിന്തയെ എങ്ങനെ നല്ലതാക്കിയെടുക്കാം? എൻ്റെ സഹോദരങ്ങളെ, വളരെ വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകട്ടെ. റോമാലേഖനം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയ്ക്കകത്താണ് എന്ത് സംഭവിക്കുന്നത്? ചിന്തകൾ സ്വാധീനിക്കപ്പെടുന്നത്. കണ്ടോ? നിങ്ങളുടെ ചിന്ത ഏകമായി ഇരിപ്പാൻ തക്കവണ്ണം ദൈവം എന്ത് ചെയ്യണം? കൃപ നൽകണം. ദൈവം കൃപ നൽകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ചിന്ത മാറുന്നത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇതുവരെയെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവേ, നല്ലതായി ചിന്തിക്കാൻ എനിക്കൊരു കൃപ തരണേ. കർത്താവേ, ഒരു വ്യക്തിയെ കണ്ട നല്ലതായി ചിന്തിക്കാൻ ഒരു കൃപ തരണേ. ഒരു പ്രതികൂലത്തിൽ കൂടി കടന്നു വരുമ്പോൾ എൻ്റെ ചിന്തകൾ പോസിറ്റീവാകാൻ, എൻ്റെ ചിന്തകൾ പ്രൊഡക്റ്റീവാകാൻ, എൻ്റെ ചിന്തകൾ ഗുണകരമാകാൻ തക്കവണ്ണം ഒരു കൃപ എനിക്ക് വേണമേ. മുട്ടുവേദന വരുമ്പോൾ കൃപയ്ക്ക് പ്രാർത്ഥിക്കും, നടുവേദന വരുമ്പോൾ കൃപയ്ക്ക് പ്രാർത്ഥിക്കും, ദാരിദ്ര്യം വരുമ്പോൾ കൃപയ്ക്ക് പ്രാർത്ഥിക്കും. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങളുടെ ചിന്തകൾ നന്നാവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് പറഞ്ഞോട്ട്, എൻ്റെ തോട്ട് പ്രോസസ് ഒന്ന് ക്ലിയർ ആകത്തക്കവണ്ണം, എൻ്റെ ചിന്താധാരകൾ മാറത്തക്കവണ്ണം ദൈവം എനിക്കൊരു കൃപ നൽകണമേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നാമും നമ്മുടെ പിതാക്കന്മാരുമൊക്കെ ഈ ദൈവമാർഗത്തിൽ വന്ന് ദൈവത്തെ സ്നേഹിക്കാൻ നമ്മുടെ മൈൻഡ് തിരിഞ്ഞത്, നമ്മുടെ മൈൻഡ് പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ട്വിസ്റ്റ് ആയത്, നമ്മുടെ മൈൻഡ് പകയിൽ നിന്ന് ക്ഷമയിലേക്ക് ട്വിസ്റ്റ് ആയത്, നമ്മുടെ മൈൻഡ് കോപത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് ട്വിസ്റ്റ് ആയത്, നമ്മുടെ മൈൻഡ് പ്രതികാരത്തിൽ നിന്ന് കരുണയിലേക്ക് ട്വിസ്റ്റ് ആയത്, അത് ദൈവത്തിന്റെ കൃപയാണ്. പൗലോസ് പറയുകയാണ്, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കളോടൊക്കെ ഞാൻ പറയാം, ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മൈൻഡ് ഭയങ്കര കറപ്റ്റഡ് ആയിരിക്കാം. കോപമുള്ള മനസ്സ്, എന്തു പറഞ്ഞാലും മറുതലിച്ച് തറതല പറയുന്ന മൈൻഡ്, എന്തു പറഞ്ഞാലും ബഹളം വെക്കുന്ന മൈൻഡ്, ഡിപ്രസീവ് ആകുന്ന മൈൻഡ്, കരയുന്ന മൈൻഡ്, ആമേൻ, എന്തിനും പെട്ടെന്ന് ഗിവപ്പ് ചെയ്യുന്ന മൈൻഡ്. മൈൻഡ് ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ, മൈൻഡ് ബിൽഡപ്പ് ചെയ്യാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് കഴിയോ. ഇന്ന് രാത്രി നിന്റെ കുഞ്ഞുങ്ങളെ
4 ചൂരല് കെട്ടിവെച്ച് അടിച്ചവന്റെ തൊട പൊട്ടിച്ചാലോ, അവന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുക്കിയാലോ, നിനക്കവന്റെ മൈൻഡിനെ കറക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ കൃപ അവന്റെ മൈൻഡിൽ റിലീസായി കഴിഞ്ഞാൽ, ദൈവത്തിന്റെ കൃപ അവന്റെ മൈൻഡിലേക്ക് ഇമ്പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അവന്റെ മൈൻഡ് ട്വിസ്റ്റ് ആകും. ഇന്ന് രാത്രി ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്ന ഈ ശുശ്രൂഷയെ അവസാനിക്കുന്നതിന് മുൻപേ ചില മൈൻഡുകളെ ദൈവം തൊടും. ചില മൈൻഡുകളെ ദൈവം തൊടും. വളരെ ഉറപ്പോടുകൂടിയാണ് ഞാൻ ഈ വചനവുമായി ഇതിനകത്ത് നിൽക്കുന്നത്. വളരെ സാവധാനതയിൽ ഞാൻ പറഞ്ഞു കയറുന്നതിൻ്റെ കാരണം, ആമേൻ, ഇന്ന് രാത്രി ഈ ദൂത, ഈ പ്രസംഗം ചില കുടുംബങ്ങളുടെ മേൽ കിടക്കുന്ന മൈൻഡിന്റെ ബന്ധനം, ചിന്താമണ്ഡലത്തിന്റെ പോരുകൾ, ചിന്തയുടെ കെട്ടുകൾ അഴിച്ചെടുക്കുമെന്നുള്ള ഭയങ്കര കോൺഫിഡൻസിലാണ്. ഇന്ന് രാത്രി ചില തോട്ട് പ്രോസസ്സുകളെ ദൈവം പിടിച്ചെടുക്കുകയാണ്. ഈ രാത്രി നീ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ മക്കളുടെ മൈൻഡ് മാറിയത് നീ കാണും. നീ വിശ്വസിക്കാൻ, നിന്റെ മൈൻഡ് സെറ്റ് മാറിയത് നീ കാണും. എൻ്റെ സഹോദരങ്ങളെ, നമ്മളുടെ മൈൻഡിനെ തിരിക്കാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ. നമ്മുടെ മൈൻഡിനെ തിരിക്കാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ. നമ്മുടെ പഴയ പിതാക്കന്മാരൊക്കെ ഒരു മനുഷ്യൻ്റെ അടുക്കൽ സുവിശേഷം പറഞ്ഞാൽ 1, 2, 3, 5 മണിക്കൂറൊക്കെ ഇരുന്ന് പറയും. എന്നിട്ടും അവനങ്ങോട്ട് പിടിവാദം പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഈ അപ്പച്ചന്മാർ, ആമേൻ, പരാജയപ്പെട്ടവരെ പോലെ എഴുന്നേറ്റ് നിന്നിട്ട് പറയാ, മക്കളെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിന്നെ കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ അപ്പച്ചന്മാർക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞിട്ട് ഇവൻ്റെ മൈൻഡ് ട്വിസ്റ്റ് ആയില്ല, പക്ഷെ ഇന്ന് രാത്രി എൻ്റെ ദൈവം ഇവന് ഉറക്കം കൊടുക്കത്തില്ല. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഇവൻ്റെ മൈൻഡ് ട്വിസ്റ്റ് ചെയ്യും. അപ്പച്ചൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പം ചെറുക്കൻ ചിന്തിക്കും, വല്യപ്പനെ ഞാൻ തോപ്പിച്ചെന്ന്. പക്ഷെ അപ്പച്ചൻ തോറ്റിട്ടല്ല പോകുന്നത്. അപ്പച്ചൻ ഈ സംസാരം കഴിഞ്ഞ് നേരെ പ്രാർത്ഥനാ മുറിയിലേക്ക് പോയി പായ വിരിച്ച് അന്ന് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുക. നേരം വെളുക്കുമ്പോ അപ്പച്ചന്റെ വീടിന്റെ മുമ്പിൽ ഈ കൊച്ചി ഇറക്കം വന്ന് നിൽക്കുന്നത് കാണാം. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോ ഇതുപോലെ മൈൻഡ് തിരിഞ്ഞ പലരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആമേൻ. ഉപദേശമല്ല, രാത്രിയിൽ ഒറ്റ രാത്രി കൊണ്ട് ഹോലി സ്പിരിറ്റ്, എൻ്റെ ഈ കൊച്ചു ജായിസിൽ, കൊച്ചു ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ 100 കണക്കിന് പേരെ കണ്ടിട്ടുണ്ട്. ആമേൻ. കരടിയെ പോലെ നിന്നവർ, മൃഗത്തെ പോലെ നിന്നവർ, ആമേൻ, മുട്ടുകുത്തി വാവിട്ട് നിലവിളിക്കത്തക്കവണ്ണം അവരുടെ മൈൻഡ്, ആമേൻ, ഉരുകിയത്. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് പഴയ കാലത്ത് അപ്പച്ചന്മാർ പാട്ടെഴുതിയപ്പോൾ ഇങ്ങനൊരു പാട്ടുപാടി, പരിശുദ്ധാത്മാവെ ശക്തി വരുമ്പോൾ കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളും ഇന്ന് മെഴുകുപോലെ ഉരുക്കണമെന്ന് പിതാക്കന്മാർക്ക് ഒരു അസാധാരണ ധൈര്യമുണ്ടായിരുന്നു. കല്ലുപോലെ ഇരിക്കുന്ന ഹൃദയത്തെ മെഴുകുപോലെ ഉരുക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. സ്തോത്രം. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, കല്ലിൽ നിന്ന് നമുക്കൊരു രൂപമെടുക്കാം, മെഴുകിൽ നിന്ന് നമുക്കൊരു രൂപമെടുക്കാം. കല്ലിൽ നിന്നൊരു രൂപമെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ഉളി വെച്ച് അടിച്ച് അതിനെ പൊട്ടിച്ചാൽ അതിനകത്തുനിന്നൊരു രൂപം വരും. എന്നാൽ മെഴുക് എങ്ങനെയാണെന്നറിയാമോ? അതിനെ, ആമേൻ, അതിനെ ഇങ്ങനെ അതിൻ്റെ ഒരു അച്ചിലോട്ടൊന്ന് റെസ്റ്റ് ചെയ്താൽ മതി. കല്ലിന് അടി കിട്ടുമ്പോഴാ, കല്ലിന് നല്ല ഉളി വെച്ച് നല്ല ചീള് കിട്ടുമ്പോഴാ കല്ലിന് ഷേപ്പ് വരുന്നത്.
വരുന്നത്. പക്ഷെ മെഴുകിനെപ്പോഴാ ഷേപ്പ് വരുന്നതെന്നറിയാമോ? അതിൻ്റെ ഡൈക്കകത്ത് ഈ മെഴുകിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ, ഈ മെഴുകിനൊരു ഹീലിംഗ് പീരീഡ് കൊടുക്കുമ്പോൾ, ഈ മെഴുക് അവിടെ ഒന്ന് വിശ്രമിച്ചെഴുന്നേൽക്കുമ്പോൾ ഈ മെഴുകിനൊരു ഷേപ്പ് കിട്ടോ. ഈ ഒരു മെഴുകു പ്രതിമയെ ചെന്നിട്ട് ചോദിക്കണം എത്ര അടി കിട്ടിയെന്ന്. മെഴുകു പ്രതിമ പറയും, എനിക്ക് രൂപം കിട്ടിയത് അടി കിട്ടിയിട്ടല്ല, ഞാൻ നന്നായിട്ട് അഗ്നി ശോധനയ്ക്കകത്തു നിന്ന് ഒരു കൃപയുടെ അച്ചിനകത്തേക്ക് എന്നെ ഇട്ടൊന്ന് റെസ്റ്റ് ചെയ്യിച്ചോ. ആ റെസ്റ്റ് കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നപ്പോൾ ഒന്ന് കൃപയാൽ ചിന്തകൾ മാറും. എന്നാൽ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൽ പറയുകയാണ്, അവിടെ യുവോദ്യ സുന്ദുക എന്ന് പറയുന്ന 2 സുവിശേഷ പോരാളികൾ, എന്നാൽ അവിടെ അവരുടെ ചിന്തകളെ ഒന്നും ട്വിസ്റ്റ് ചെയ്യാൻ, അവരുടെ ചിന്തകളെ ഒന്ന് രൂപപ്പെടുത്തുവാൻ പൗലോസ് എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ ഏകചിന്തയോടുകൂടെ ഇരിപ്പാൻ ഞാൻ യുവോദ്യയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, സുവിശേഷങ്ങൾക്ക്, പ്രസംഗങ്ങൾക്ക്, പ്രഭാഷണങ്ങൾക്ക് ഒരു ഭയങ്കര ശക്തിയുണ്ട്. പ്രബോധനങ്ങൾക്കൊരു ഭയങ്കര ശക്തിയുണ്ട്. ആമേൻ. അത് യേശു കർത്താവിൻ്റെ കാലം തുടങ്ങിയാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ പ്രസംഗങ്ങളെ നോക്കിയിട്ട് അവർ പറയുകയാണ്, അവൻ അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരത്തോടെ അത്രേ പ്രസംഗിച്ചത്. അധികാരത്തോടെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ, ആമേൻ, യേശുവിൻ്റെ പ്രസംഗം ഒരു മനുഷ്യൻ്റെ കാതിലല്ല അടിക്കുന്നത്, അത് ആ മനുഷ്യൻ്റെ മൈൻഡിലായിരുന്നു. എന്ന് പറഞ്ഞാൽ യേശു ഒരു മനുഷ്യൻ്റെ മുഴുക്കുടിയൻ്റെ അടുക്കൽ പറയുക, നാളെ തുടങ്ങി നീ കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ്റെ മൈൻഡ് ആ സെക്കൻഡിൽ എന്തായിത്തീരും? ട്വിസ്റ്റ് ആകും. അവൻ അന്ന് തുടങ്ങി കുടി നിർത്തോ, സ്തോത്ര, നീ പോക, മേലാൽ പാപം ചെയ്യരുത്. അതോടുകൂടി അവൻ്റെ മൈൻഡിനകത്തുനിന്ന് എന്ത് ചെയ്യുകയാണ്? പാപത്തിൻ്റെ ത്വര വിട്ടുപോവുകയാണ്. അപ്പനോടുകൂടെ ഇരുന്ന് വല നന്നാക്കിക്കൊണ്ടിരുന്ന 2 പിള്ളേരുടെ അടുക്കൽ കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ആ വചനം അങ്ങോട്ട് കേട്ട മാത്രയിൽ അവരുടെ മൈൻഡ് ട്വിസ്റ്റായി. അവർ കർത്താവിനെ അനുഗമിക്കാൻ തുടങ്ങി. ഒരു പരിചയവുമില്ലാത്ത ചുങ്കക്കാരൻ്റെയും പടകുകാരൻ്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവ് പറഞ്ഞ് എന്നെ അനുഗമിക്കുക. അവൻ്റെ മൈൻഡ് ട്വിസ്റ്റ് ആവുകയാണ്. കർത്താവിന് മൈൻഡ് ട്വിസ്റ്റ് ചെയ്യാൻ കഴിയുക എങ്ങനെ? പ്രബോധനത്തിൽ കൂടെ. അതായത് ഒരു മനുഷ്യൻ ദൈവ ശബ്ദത്തിന് പ്രബോധനങ്ങൾക്കും കീഴ്പ്പെടുമ്പോഴാണ് അവൻ്റെ മൈൻഡ് ട്വിസ്റ്റ് ആകുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ മൈൻഡിനെ തൊട്ടുവെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? നമ്മുടെ ശരീരത്തെ തൊടുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പൊ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുകയാണ്. പക്ഷേ ശരീരത്തിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നതിന് മുമ്പേ അതെവിടെയാണ് പ്രവർത്തിച്ചത്? 6-ാം വാക്യം വായിച്ചാൽ നമുക്ക് കാണാം, ആത്മാവിന്റെ ചിന്തയോ. അപ്പൊ ആത്മാവ് ചിന്തകളെ തൊട്ട് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ആത്മാവിന് ശരീരത്തെ തൊടുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തിന്റെ അടുക്കൽ വളരെ ലളിതമായിട്ട് പറയാ, നിന്റെ ശരീരത്തിൽ ദൈവത്തിന് തൊടാൻ കഴിയാത്തത്, നിന്റെ വിഷയത്തിൽ ദൈവത്തിന് തൊടാൻ കഴിയാത്തത്, നിന്റെ ചിന്തകളെ ദൈവത്തിന് തൊടാൻ കഴിയാത്തത് കൊണ്ട്, if you are ready to submit your mind to God, then God is ready and God is able to touch your body. നിന്റെ മൈൻഡിനെ ദൈവത്തിന് തൊടാൻ കഴിയുന്ന മിനിറ്റിൽ നിന്റെ ശരീരത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു തുടങ്ങും. അതുകൊണ്ടാ കർത്താവ് യേശു പോയ എല്ലാ ക്രൂസൈഡുകളും വിജയമല്ലായിരുന്നു.
ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, യേശു പോയ എല്ലാ ക്രൂസൈഡുകളും വിജയം അല്ലായിരുന്നു. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്, അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ അവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല. കണ്ടോ? അപ്പൊ രോഗശാന്തികളും വീര്യപ്രവർത്തികളും നടക്കാതിരുന്ന ക്രൂസൈഡുകൾ ഉണ്ടായിരുന്നു. ഇനിയും അടുത്തത്, യേശു കർത്താവ് കഫർനഹൂമിനെ നോക്കിയിട്ട് പറയുകയാണ്, ആമേൻ, നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിനിലും സീദോനിലും നടന്നെങ്കിൽ അവർ എന്നേ മാനസാന്തരത്തിനായി രട്ടിലും വെണ്ണീറിലും ഇരിക്കുമായിരുന്നു. അപ്പം ക്രൂസൈഡ് നടത്തി രോഗശാന്തി നടക്കാതിരുന്ന സ്ഥലങ്ങളുമുണ്ട്. ഒത്തിരി രോഗശാന്തിയും വീര്യപ്രവർത്തിയും നടന്നിട്ടോ ഒരാൾ പോലും മാനസാന്തരപ്പെടാതിരുന്ന കൺവെൻഷൻ സ്ഥലങ്ങളുമുണ്ട്. അപ്പൊ യേശു കർത്താവിന്റെ എല്ലാ കൺവെൻഷനുകളും വിജയകരമായിരുന്നില്ല. മാനുഷിക വീക്ഷണത്തിൽ ഒത്തിരി അത്ഭുതം നടത്തിയിട്ടോ ഒരുത്തം പോലും മാനസാന്തരപ്പെടാത്ത, സ്നാനപ്പെടാത്ത, ദൈവസഭയ്ക്കകത്ത് വരാത്ത കൺവെൻഷനുകൾ ഉണ്ടായിരുന്നു. ആമേ, കൺവെൻഷൻ നടത്തി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടോ ഒരത്ഭുതം പോലും നടക്കാതിരുന്ന കൺവെൻഷനുകളും ഉണ്ടായിരുന്നു. ഇത് മുഴുവനും കർത്താവിന്റെ ശക്തിയുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടായിരുന്നില്ല, പകരം ജനത്തിന്റെ മൈൻഡ് സെറ്റ് ആയിരുന്നു അതിനകത്ത് കാരണമായിരുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവജനത്തിന്റെ അടുക്കൽ ഞാൻ പറയട്ടെ, നിന്റെ മൈൻഡ് സെറ്റാണ്, നിന്റെ ചിന്താശേഷിയാണ്, നിന്റെ ചിന്തയാണ് നിന്റെ അത്ഭുതത്തെ കൊണ്ടുവരുന്നത്. നിന്റെ ചിന്തയാണ് നിന്റെ അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നത്. നിന്റെ മൈൻഡ് സെറ്റ് മാറിയാൽ, നിന്റെ ചിന്തകൾ മാറിയാൽ നിനക്ക് അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും. നിന്റെ ചിന്ത മാറിയാൽ, നിന്റെ നിരൂപണങ്ങൾ മാറിയാൽ നിനക്ക് അതിശയങ്ങളെ സ്വീകരിക്കാൻ കഴിയും. ശമരിയ സ്ത്രീയുടെ മൈൻഡ് സെറ്റാണ് ആരംഭത്തിൽ മാറിയത്. അവൾ യേശുവിന്റെ അടുക്കൽ ആദ്യം ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുകയാണ്. ഞാൻ ശമരിയക്കാരെത്തി, നീ യഹൂദൻ, എൻ്റെ ജാതിയും നിന്റെ ജാതിയും രണ്ടാണ്. അവളുടെ മൈൻഡ് മുഴുവൻ എന്താണ് കിടക്കുന്നതെന്നറിയാമോ? ജാതി സ്പിരിറ്റ് അവളുടെ മൈൻഡ് മുഴുവൻ കിടക്കുന്നത്. വംശീയ മൈൻഡാണ് കിടക്കുന്നത്, ദേശീയ മൈൻഡാണ് കിടക്കുന്നത്. പക്ഷെ കർത്താവ് അവളുടെ മൈൻഡ് സെറ്റിനെ പൊളിച്ചു കഴിഞ്ഞപ്പോൾ, അവളുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവളുടെ മൈൻഡിനെ കർത്താവ് തൊട്ട് കഴിഞ്ഞപ്പോൾ അവൾ അവിടെ നിന്നൊരു മിഷനറിയായിട്ടാ പുറപ്പെടാൻ തുടങ്ങിയത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിന്റെ മൈൻഡ് സെറ്റിനകത്താണ് ദൈവത്തിന്റെ പ്രവർത്തികൾ ഇരിക്കുന്നത്. എൻ്റെ മൈൻഡ് മാറിയാൽ ദൈവത്തിന് നിന്നിൽ ചിലതൊക്കെ ചെയ്യുവാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം കയറുന്നത് മൈൻഡിൽ നിന്നാണ്. അവൻ്റെ ചിന്തകളാണ് അവനിൽ പാപം കൊണ്ടുവരുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ, സ്തോത്രം, 14-15 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒരു മനുഷ്യന്റെ പാപത്തിന്റെ പരീക്ഷ തുടങ്ങി ആ പരീക്ഷയുടെ പൂർണ്ണതയായ പാപത്തിന്റെ ശമ്പളമായ മരണം വരെയുള്ള പ്രോസസ്സിനെ കുറിച്ച് യാക്കോബിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ 14-15 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? 14-15 വാക്യങ്ങൾ. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുകയാൽ സ്വന്തം മോഹത്താൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച്. പരീക്ഷ എവിടെ നിന്നാണ് വരുന്നത്? മോഹങ്ങളിൽ നിന്ന്. ഇനി അടുത്ത വാക്യം, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പൊ പാപത്തിന്റെ അമ്മയാരാ? മോഹം. മോഹത്തിന്റെ മകളാണ് പാപം. പാപത്തിന്റെ മകളാണ് ആര്? മരണം. അപ്പം മൂന്ന് തലമുറയായിട്ടാണ് പറയുന്നത്. മോഹം, പാപം, മരണം. മോഹം വല്യമ്മച്ചിയാണെങ്കിൽ പാപം മകളാണ്, അമ്മയാണ്. പാപമെന്ന അമ്മയുടെ മകളാണ് മരണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക, അമ്മച്ചിയുടെ പേരും പറഞ്ഞു, അമ്മയുടെ പേരും പറഞ്ഞു, മകളുടെ പേരും പറഞ്ഞു. അപ്പോൾ ഈ അമ്മച്ചിക്ക് ഒരു വല്യമ്മച്ചി ഇല്ലേ? ആ വല്യമ്മച്ചി ആരാ? സ്തോത്രം. മോഹം, പാപം, മരണം. അപ്പോൾ അതിൻ്റെ 4-ാം തലമുറയിലേക്ക് പോകാം. ആരാണ് 4-ാം തലമുറയിലിരിക്കുന്നത്? റോമാലേഖനം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, റോമാലേഖനം 13-ാം അധ്യായം
അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ റോമർ 13:14 പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. അടുത്തത് മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പൊ മോഹത്തിന്റെ അമ്മച്ചി ആരാ? ചിന്ത. അപ്പൊ ചിന്ത എന്ന വല്യമ്മച്ചിയുടെ മകളാണ് മോഹം. മോഹം എന്ന അമ്മച്ചിയുടെ മകളാണ് സ്തോത്രം പാപം. പാപം എന്ന അമ്മയുടെ മകളാണ് മരണം. ആ മകളോടുകൂടി എല്ലാം തീരുകയാണ്. ഇന്ന് രാത്രി കണ്ടോ, സകല പാപത്തിന്റെ ഉറവിടം എവിടെയാണ്? സ്തോത്രം മൈൻഡിനകത്താണ്. നമ്മൾ പറയുന്നത് എന്താണെന്നറിയാമോ? കൊച്ചി പഴയ കൊച്ചി അല്ല, ഇപ്പൊ വല്ലാതെ പട്ടണത്തിൽ പാപം പെരുകിയിരിക്കുക. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പട്ടണത്തിൽ നിന്ന് നല്ല പാപം ജനിക്കുന്നത് മോഹങ്ങൾ ജനിക്കുമാറ് ചിന്തകൾ. നിന്റെ ചിന്തകളെ പിടിക്കാൻ കഴിഞ്ഞാൽ ഒരൊറ്റ മോഹവും ജനിക്കത്തില്ല. മോഹം ജനിക്കാതിരുന്നാൽ പാപം ജനിക്കത്തില്ല. പാപം ജനിക്കാതിരുന്നാൽ മരണം ജനിക്കത്തില്ല. ആമേൻ. മരണം, പാപം, മോഹം, ചിന്ത. അങ്ങനെയെങ്കിൽ ചിന്തയെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആമേൻ, ആ ഒരു തലമുറയെ പാപത്തിന്റെ, മോഹത്തിന്റെ, മരണത്തിന്റെ ആ ഒരു തലമുറയെ തന്നെ ബ്രേക്ക് ചെയ്യാൻ കഴിയുക. ഇന്ന് രാത്രി നീ പാപത്തെയല്ല വെട്ടേണ്ടിയത്. ഇന്ന് രാത്രി നീ മരണത്തെയല്ല വെട്ടേണ്ടിയത്. ഇന്ന് രാത്രി നിന്റെ മൈൻഡിനെയാണ് നീ വെട്ടേണ്ടത്. എവിടെ മൈൻഡ് ട്വിസ്റ്റ് ആകാൻ തുടങ്ങുമോ അവിടെയാണ് സാങ്ക്ടിഫിക്കേഷൻ ആരംഭിക്കുന്നത്. അമ്മേ, നമ്മുടെ മൈൻഡിനകത്ത് ദൈവം തൊടാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് വിശുദ്ധി നമ്മളെ സ്വാധീനിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഇത് പാപത്തെ ജനിപ്പിക്കുന്നത് ചിന്തയാണ്, അല്ലെങ്കിൽ മോഹങ്ങളെ ജനിപ്പിക്കുന്നത് ചിന്തയാണ്. അതുകൊണ്ട് ഇനി ഞാൻ ചിന്തിക്കുന്നേ ഇല്ലെന്നല്ല അതിൻ്റെ സാരം. ഈ ചിന്തയ്ക്കകത്തു നിന്നാണ് ഒരു മനുഷ്യൻ്റെ പോസിറ്റിവിറ്റിയോ ഒരു മനുഷ്യൻ്റെ നെഗറ്റിവിറ്റിയും ഉളവാകുന്നത്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരാം. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. അടുത്ത ഭാഗം, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. കണ്ടോ, ഒരിടത്ത് പൗലോസ് പറയുകയാണ് ചിന്തയിൽ നിന്നും മോഹവും പാപവും മരണവും ഉണ്ടാകും. പക്ഷെ മറ്റൊരിടത്ത് പൗലോസ് പറയുകയാണ് ചിന്തയിൽ നിന്ന് ദൈവം മനുഷ്യന് ബുദ്ധി നൽകുക. ഇന്ന് രാത്രി ദൈവം നിനക്ക് നൽകിയ ചിന്തയ്ക്കകത്ത് നിന്ന് മോഹവും പാപവും മരണവും നിനക്ക് ജനിപ്പിക്കാൻ കഴിയും. പക്ഷേ ദൈവം നിനക്ക് നൽകിയ ചിന്താമണ്ഡലം കൊണ്ട് ദൈവത്തിൽ നിന്നൊരു ജ്ഞാനത്തെ, ദൈവത്തിൽ നിന്ന് ഒരു ബുദ്ധിയെ നിനക്ക് പ്രാപിക്കാൻ കഴിയുക. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമെന്നൊക്കെ പറയത്തില്ലേ? ഇന്ന് രാത്രി നിന്റെ ചിന്താമണ്ഡലം ദൈവത്തിന് സമർപ്പിച്ചാൽ ഒരു വല്ലാത്ത ജ്ഞാനത്തിന്റെ ആത്മാവ്, ഒരു വല്ലാത്ത വിസ്ഡം, ഒരു അൺയൂഷ്വൽ വിസ്ഡം, ഒരു അൺകോമൺ വിസ്ഡം നിന്റെ മൈൻഡിനെ, നിന്റെ ബ്രെയിനിനെ അത് തൊടുന്നത് നിനക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. സാധാരണമായ ഒരു വിടുതലോ ഉണർവോ പ്രസംഗിച്ചു പോകരുത് എന്ന് പരിശുദ്ധാത്മാവ് കർശനമായി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ശാന്തമായി നീങ്ങുന്നത്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഇനിയും നമ്മുടെ ചിന്തകളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, ചിന്തകളെ മാറ്റിയെടുക്കുന്ന ചില ഭാഗങ്ങളിൽ വേഗത്തിൽ സഞ്ചരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഈ ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം, അവിടെ ഈ ദീർഘനാളുകൾക്ക് ശേഷം യോസേഫും തൻ്റെ സഹോദരന്മാരും കൂടെ കണ്ടുമുട്ടുകയാണ്. യോസേഫ് തൻ്റെ ഇളയ അനുജൻ ബെന്യാമീനെ കണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞോ. ഇത് കെട്ടിപ്പിടിച്ച് കരഞ്ഞോ. ഇങ്ങനെ സഹോദരങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് കൊട്ടാരത്തിൽ ഫറവോനൊരു അറിവ് കിട്ടി. എന്താണ്? യോസെഫിന്റെ സഹോദരന്മാർ വന്നിരിക്കുന്നുവെന്ന്. ഫറവോന് യോസെഫിന്റെ സഹോദരന്മാർ വന്നിരിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോ ഫറവോന് ഭയങ്കര സന്തോഷമായി. കൊള്ളാമല്ലോ, യോസെഫിന്റെ സഹോദരന്മാർ ഒക്കെ വന്നിരിക്കുന്നല്ലോ, നല്ലതാണെന്ന്. അപ്പോൾ 17-ാം വാക്യത്തിൽ ഫറവോൻ യോസെഫിന്റെ അടുക്ക പറഞ്ഞോ, നിന്റെ സഹോദരന്മാരോട് പറ, ആമേൻ, നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് ചുമട് കയറ്റി പുറപ്പെട്ട് കനാൻ ദേശത്ത് ചെന്ന് അപ്പനെയും കുടുംബങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ട്
എൻ്റെ അടുക്കൽ വാ, നിങ്ങൾക്ക് മിസ്രൈം രാജ്യത്തിലെ നന്മ തരും, ദേശത്തിൻ്റെ പുഷ്ടി തരും എന്ന് നിങ്ങൾ പോയി പറയാൻ പറഞ്ഞു. സ്തോത്ര. ഇത് കേട്ടപ്പോൾ സ്തോത്ര എന്നിട്ട് അടുത്തതായിട്ട് ഫറവോന് ഒരു കാര്യം പറയുകയാണ്. അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 20-ാം വാക്യത്തിൽ ഒരു ഭാഗം പറയുകയാണ്. ഇന്ന് രാത്രി പ്രധാനമായി ഞാൻ 1-ാമത്തെ പോയിന്റിലേക്ക് കയറുകയാണ്. അതിൻ്റെ 20-ാം വാക്യം അവിടെ പറയുകയാണ്, നിങ്ങളുടെ സാമാനങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട, മിസ്രൈം ദേശത്തെങ്ങുമുള്ള നന്മ നിങ്ങൾക്കുള്ളതാകുന്നു. കണ്ടോ, ഇവിടെ 2 ദേശങ്ങളിൽ നിൽക്കുകയാണ്. യോസഫിന്റെ അപ്പനായ യാക്കോബ് സഹോദരന്മാർ മുഴുവൻ എവിടെ നിൽക്കുകയാണ്? കനാൻ ദേശത്ത്. അവർ വലിയ വീട് പണിതിട്ടില്ല, കൊട്ടാരം പണിതിട്ടില്ല. ദൈവം അവർക്ക് നൽകിയ അരുളപ്പാടനുസരിച്ച് അവർ കൂടാരങ്ങളിൽ പാർക്കുകയാണ്. ആ കൂടാരങ്ങളിൽ കുറച്ച് സാമഗ്രികൾ, കുറെ സാമാനങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അപ്പോ ഫറവോൻ അവരുടെ അടുക്ക പറയാ, നിങ്ങൾക്ക് കനാനി കുറെ സാമാനങ്ങളൊക്കെ ഉണ്ടെന്നറിയാം, പക്ഷെ ഞാനിന്ന് നിങ്ങളോട് പറയുന്നു, ആ സാമാനങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ട. പകരം നിങ്ങളുടെ ഒരു സഹോദരൻ ഇവിടെ അധികാരത്തിലിരിക്കുകയാണ്. ഈ മിസ്രൈമിലെ സകല നന്മയും നിങ്ങൾക്ക് തരാ. നിങ്ങൾ പാർക്കുന്ന ദേശത്തിലെ സാമാനങ്ങളെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ സഹോദരൻ അധികാരിയായിരിക്കുന്ന വരുവാനുള്ള നന്മയുടെ രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുമേ. അമേ. കാരണം ഫറവോൻ അറിയാം, ഈ ദേശത്ത് എത്ര നന്മയുണ്ടെങ്കിലും, ഈ മിസ്രൈമിൽ എത്ര അനുഗ്രഹമുണ്ടെങ്കിലും, ഇവിടെ നിന്ന് എത്ര സാമാനം ഒട്ടകപ്പുറത്ത് കഴുതപ്പുറത്ത് കയറ്റി കനാനി വന്നാലും ഈ തൊഴുത്തി വന്ന് കിടക്കുമ്പോൾ, ഈ കാളയെ ആടിനെയും മാടിനെയും വൈക്കോലിനെയും എല്ലാം കൂടെ കാണുമ്പോൾ, ഈ കച്ചിത്തുറ് കാണുന്ന ഉടനെ യാക്കോബ് പറയും, മക്കളെ ഈ കച്ചിയെല്ലാം വിട്ടിട്ട് നമ്മൾ എങ്ങനാടാ മിസ്രൈമിൽ പോകുന്നത്? എടാ, ഈ 4 ആടിനെ ഇവിടെ കളഞ്ഞിട്ട് നമ്മൾ എങ്ങനാടാ മിസ്രൈമിൽ പോകുന്നത്? എന്നാൽ ഫറവോൻ പറയുകയാണ്, മിസ്രൈമിലെ സകല നന്മയും നിങ്ങൾക്ക് വാഗ്ദത്ത ദേശത്തെ, നിന്റെ അനുഗ്രഹ ദേശത്തെ, നിന്റെ ഭാവി ദേശത്തെ നീ നഷ്ടമാക്കരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഉൽപ്പത്തി 45:20 എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. സ്തോത്ര. നമുക്കൊരു സഹോദരനുണ്ട്. നമുക്ക് മുൻപേ അധികാരത്തിൽ കയറി സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത്, മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്ന ഒരു സഹോദരൻ. ആ സഹോദരൻ നമ്മോട് പറയുകയാണ്, നിനക്ക് നാട്ടിൽ 5 ഏക്കർ വസ്തുവുണ്ട്, നിനക്ക് 4 ഏക്കർ വെളി വരത്തുള്ളൂ. നീ എല്ലാ മാസവും 10,000 രൂപ വീതം അതിൽ ഇട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാ, പക്ഷെ നീ ആ സാമാനങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കരുത്. ആ സാമാനങ്ങളെക്കാട്ടില് വലിയതായൊരു നിക്ഷേപ ഞാൻ നിനക്ക് മിസ്രൈമിൽ, ഞാൻ നിനക്ക് വാഗ്ദത്ത ദേശത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ആമേൻ, ആർ യു മൈൻഡ്ഫുൾ ഓഫ് ദ തിങ്സ് റിഗാർഡിംഗ്, ആമേൻ, of this world, or the coming world? വരുവാനുള്ള ലോകത്തെ കുറിച്ചാണോ നീ ചിന്തിക്കുന്നത്? അതോ നിന്റെ ബാങ്കിൽ കിടക്കുന്ന ഡിപ്പോസിറ്റ്, നിന്റെ പിള്ളേരുടെ പഠിത്തം? പണ്ട് കാലത്തൊക്കെ അമ്മച്ചിമാര് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ എൻ്റെ പിള്ളേരുടെ പഠിത്തം കഴിഞ്ഞിട്ടേ വരാവേ, കർത്താവേ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം കഴിയാതൊന്നും വന്നു കളയല്ലേ എന്ന്. ഏതാണ്ട് കർത്താവ് വരുന്ന ഏതാണ്ട് ഭയങ്കര ചതി പോലെയാ പറയുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ സാമാനങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട, പകരം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ദേശത്തെ കുറിച്ച് ചിന്തിച്ചാട്ട്. അതുകൊണ്ട് കർത്താവ് ശിഷ്യഗണത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പേ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയത്തില്ലായിരുന്നോ? ഞാൻ പോയി അതിലൊരു സ്ഥലം നിങ്ങൾക്ക് വേണ്ടി വിരിച്ചൊരുക്കിയിട്ടിട്ട് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കാൻ വരുമോ? അന്നേരം എനിക്ക് സാമാനങ്ങൾ ഇവിടെ കിടപ്പുണ്ടെന്ന് പറയരുത്. അമ്മേ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, എനിക്ക് തിരക്കുണ്ട് എന്ന് നീ പറയരുത്. ഇന്ന് രാത്രി നമ്മുടെ ചിന്തകൾ സാമാനങ്ങളെ കുറിച്ചല്ല, നമ്മുടെ സഹോദരൻ അധികാരിയായിരിക്കുന്ന, ക്ഷാമം ബാധിക്കാത്ത, സാംസ്കാരികമായ ഉന്നതിയിൽ നിൽക്കുന്ന ആ പട്ടണത്തെ കുറിച്ച്.
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, കനാനിൽ യാക്കോബും മക്കളും ജീവിക്കുമ്പോൾ ആരായിരുന്നെന്നറിയാമോ? വെറും ആട്ടിടയന്മാര്. അവർക്കാകെ അറിയാവുന്ന പണി ആടിനെ മേയ്ക്കല. പക്ഷേ അവിടെ രാജാവ് പറയുക, ഈ ആടിനെ മാടിനെ നോക്കിക്കൊണ്ട് നീ നിൽക്കരുത്. ഞാൻ നിന്നെ സാംസ്കാരിക പട്ടണമായ ദ മോസ്റ്റ് സിവിലൈസ്ഡ് സിറ്റി ഈജിപ്തിലേക്ക് കൊണ്ടുവരിക. ഇവിടെ വന്ന് രഥമോടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കുക. ഇവിടെ വന്ന കുതിരകളെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വന്ന വൈദ്യശാസ്ത്രം പഠിപ്പിച്ചു തരാം. ഇവിടെ വന്ന ആയോധന കല പഠിപ്പിച്ചു തരാം. ഇവിടെ വന്നാൽ കെട്ടിടം പണിയുന്നത് പഠിപ്പിച്ചു തരാം. അമ്മേ, നീ അവിടെ 4 ആടൊന്നും പറഞ്ഞ് അവിടെ ഇരിക്കരുത്. നിന്റെ ചിന്തകൾ ഉയരത്തിലുള്ളതാകട്ടെ. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവിടെ പൗലോസ് പറയുകയാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പേ. അടുത്ത ഭാഗ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ എന്ന് പറയുകയാണ്. നീ സാമാനങ്ങളെ കുറിച്ച് ചിന്തിക്കരുത്, നീ ഭൂമിയിലുള്ളത് ചിന്തിക്കരുത്, നിന്റെ സഹോദരൻ ഇരിക്കുന്ന ഇടത്തെ കുറിച്ച് ചിന്തിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ചിന്ത മാറിയാൽ മാത്രമേ, ഭൂമിയിലുള്ള ചിന്ത മാറിയാൽ മാത്രമേ ഭൂമിയിലുള്ള അവയവങ്ങൾ മരിക്കത്തുള്ളൂ. ഭൂമിയിൽ ചിന്ത കിടക്കുന്നിടത്തോളം ഭൂമിയിലെ അവയവങ്ങൾ മരിക്കത്തില്ല. അപ്പോൾ ചോദിക്കുക, ഏതാ ഭൂമിയിലെ അവയവങ്ങൾ? ഞാനതാ പറഞ്ഞത്, അടിച്ചാലും പിടിച്ചാലും ഒന്നും മനുഷ്യൻ്റെ സ്വഭാവം മാറത്തില്ല. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുകയാണ്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ എന്ന് പറയുകയാണ്. അപ്പം ഭൂമിയെക്കുറിച്ചുള്ള ചിന്ത മരിക്കണം, ചിന്തകൾ സ്വർഗീയമാകണം. എന്നിട്ട് അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, ഭൂമിയിലുള്ള ചിന്ത മരിച്ചാൽ ഭൂമിയിലുള്ള അവയവങ്ങളും മരിക്കും. ഭൂമിയിലുള്ള ചിന്ത മരിച്ചാൽ ഭൂമിയിലുള്ള അവയവങ്ങളും മരിക്കും. അപ്പൊ ഭൂമിയിലുള്ള അവയവങ്ങൾ ഏതാ? ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള അവയവങ്ങൾ നശിക്കണം. മനസ്സ് ഓഫായാലേ ഓർഗൻസ് ഓഫാകത്തുള്ളൂ. ആമേൻ. ഇന്ന് അനേകര് ഓർഗൻസിനെ അടിക്കുന്നത്. ഓർഗൻസ് അല്ല ഓഫാകേണ്ടത്, ഓർഗൻസ് അല്ല ചാർജ് ആകേണ്ടത്, മൈൻഡാണ് ചാർജ് ആകേണ്ടത്, മൈൻഡാണ് ഓഫാകേണ്ടത്. മൈൻഡ് ഓഫായാൽ ഭൗമികമായ മൈൻഡ് ഓഫായാൽ ഭൗമികമായ പ്രവർത്തികൾ ഓഫാകുക. സ്വർഗീയമായ മൈൻഡ് ഓണായാൽ സ്വർഗീയമായ പ്രവർത്തികൾ ഓണാകും. നിന്റെ സാമാനങ്ങളെ നീ മറക്ക്. സാമാനങ്ങളെ മറന്നിട്ട് നീ എന്ത് ചെയ്യണം? സ്തോത്രം, നീ മിസ്രൈം ദേശത്തിലെ നന്മകളെ കുറിച്ച് ചിന്തിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, ഞാൻ ആരംഭത്തിങ്കൽ പറയുകയാണ്, സ്തോത്രം, നിങ്ങളുടെ ഭൗമികതയെ മറക്കാതെ സ്വർഗീയതയെ ചിന്തിക്കാൻ കഴിയത്തില്ല. എനിക്ക് ഈ നാട്ടിൽ ഒരു വീട് കിട്ടിയില്ലല്ലോ, വീട് പണിതില്ലല്ലോ, വീട് പണി തീർന്നില്ലല്ലോ, വീട് പണി തീർന്നില്ലല്ലോ, പാസ്റ്ററെ വീട് പണിയാൻ പ്രാർത്ഥിക്കണേ, വീട് പണിയാൻ പ്രാർത്ഥിക്കണേ. ഇത് നീ മനസ്സിനകത്തിട്ട് നടക്കുന്ന കാലത്തോളം സ്വർഗത്തിലെ ഭവനത്തെ നിനക്ക് കാണാൻ കഴിയത്തില്ല. എൻ്റെ കൊച്ചൻ ഗൾഫിൽ പോണം, ഗൾഫിൽ പോണം, ഗൾഫിൽ പോണം, ഗൾഫിൽ പോണം, ഇത് മാത്രം മനസ്സിലിട്ട് നടക്കുന്നിടത്തോളം കാലം നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ആമേൻ. സാമാനങ്ങളെ വിട്. നീ ദൈവം നിനക്കൊരുക്കുന്ന ദേശത്തിലെ നന്മ അനുഭവിക്ക്. മിസ്രൈം ദേശത്തിലെ സകല നന്മയും നിനക്കുള്ളതാ. പിന്നെ നീ എന്തിനാ ആ കനാനി കിടക്കുന്ന ആ സാമാനങ്ങൾക്ക് വേണ്ടി, ക്ഷാമം പിടിച്ചു കിടക്കുന്ന ദേശത്തിലെ സാമാനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്? നിങ്ങൾ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറാം, വേഗത്തിൽ, സമയം പോകുന്നല്ലോ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ പ്രവർത്തികളായി മാറുന്നത്. ചിന്തകളെ എന്താകത്തുള്ളൂ? പ്രവർത്തികളായി മാറത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭൂമിയിലുള്ളത് ചിന്തിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, സ്വർഗത്തിലുള്ളത് ചിന്തിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, സ്വർഗത്തിലുള്ളത് അന്വേഷിപ്പാൻ കഴിയത്തുള്ളൂ. നമ്മൾ ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, അതിൻ്റെ 3-ാം വാക്യം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, സൂഫ് ദേശത്ത് എത്തിയപ്പോൾ ശൗൽ കൂടെയുള്ള ഭൃത്യനോട്, വരിക, നമുക്ക് മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ അപ്പൻ കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെക്കുറിച്ച് വിഷാദിക്കുമെന്ന് പറഞ്ഞു. അപ്പൻ ഏതിനെ കുറിച്ച് ചിന്തയുണ്ടായിരുന്നോ? കഴുതയെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നോ? അപ്പൻ്റെ ചിന്ത
ചിന്ത കഴുതയെക്കുറിച്ചായി. അതുകൊണ്ട് 3-ാം വാക്യത്തിൽ പറയുകയാണ്, ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുത കാണാതെ പോയിരുന്നോ. കീശ് തൻ്റെ മകനായ ശൗലിനോട് നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് കഴുതകളെ അന്വേഷിക്ക എന്ന് പറഞ്ഞു. അപ്പൊ ചിന്തകളാണ് എന്തായി തീർന്നത്? അന്വേഷണമായി മാറിത്തീർന്നത്. ഞാൻ ആവർത്തിക്കട്ടെ, ചിന്തകൾ അന്വേഷണങ്ങളായി മാറ്റപ്പെട്ടു. അപ്പോൾ ചിന്ത മാറിയാൽ മാത്രമേ പ്രവർത്തികൾ മാറപ്പെടുകയുള്ളൂ. ഞാൻ ആ ഭാഗത്തിലേക്ക് തന്നെ വരികയാണ്. ഈ ശമൂവേലിന്റെ 1-ാം പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ശമൂവേലിന്റെ 1-ാം പുസ്തകം 9-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പന്റെ ചിന്ത ഇപ്പോൾ മോന്റെ ചിന്തയായി. ശമൂവേൽ ശൗലിനെ വിളിച്ചു നിർത്തിയിട്ട് പറയുക, 9:20, 3 ദിവസം മുമ്പേ കാണാതെ പോയ കഴുതകളെ കുറിച്ച് ചിന്തിക്കേണ്ട, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? നിന്റെ മേലും നിന്റെ സർവ്വ പിതൃഭവനത്തിന്മേലും അല്ലയോ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി പ്രധാനമായി എനിക്ക് നിങ്ങളോട് പങ്കുവയ്പ്പാനുള്ളത് ഇതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ ശൗൽ ഒരു നിയോഗത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ശൗലിന്റെ മേൽ ഒരു ഭയങ്കര വാഗ്ദത്തം കിടപ്പുണ്ട്. ശൗലിന്റെ മേൽ ഭയങ്കരം ഒരു ശുശ്രൂഷ കിടപ്പുണ്ട്. ശൗലിന്റെ മേൽ ഭയങ്കരം ഒരു നിയോഗം കിടപ്പുണ്ട്. പക്ഷെ ആ നിയോഗം ഏൽപ്പിക്കണമെങ്കിൽ ശൗൽ എന്തോ ചെയ്യണം? അപ്പന്റെ കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ടുകളയണം. ഇന്ന് രാത്രി ഈ ദൂത് മുഴുവനും ഒരൊറ്റ വ്യക്തിക്കെതിരെ പരിശുദ്ധാത്മാവ് നിന്ന് വിരല് ചൂണ്ടുകയാ. അലാപ്രവാ ശകാതരം പ്രൗഢവർദ്ധനാദി. നീ അപ്പന്റെ കഴുതയെ കുറിച്ച്, കർത്താവെ, ഞാൻ ശുശ്രൂഷയ്ക്ക് പോയാൽ, ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയാൽ എൻ്റെ കുടുംബത്തിന്റെ കാര്യം എന്താകുക? നീ ഇങ്ങനെ അപ്പന്റെ കഴുതകളെ കുറിച്ച് ചിന്തിക്കുക. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, എൻ്റെ നിയോഗം നിന്നെ ഏൽപ്പിക്കാൻ നീ നിന്റെ ചിന്തയെ കഴുതയിൽ നിന്നൊന്ന് തിരിക്കുക. ശമൂവേൽ പറയുകയാണ്, എനിക്ക് നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാനുണ്ട്. എനിക്ക് തൈലപാത്രം നിന്റെ മേൽ ഒഴിക്കാനുണ്ട്. ഞാൻ എടുത്തു വെച്ച കൈക്കുറക് നിനക്ക് തരാനുണ്ട്. ഇസ്രായേലിന് രാജാവായി നിന്നെ അഭിഷേകം ചെയ്യാനുണ്ട്. നിന്നെ കൊണ്ട് ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ അത് മുഴുവൻ നടക്കണമെങ്കിൽ അപ്പന്റെ കാണാതെ പോയ കഴുതയെ കുറിച്ച് നീ ഒന്ന് മറക്കണോ. ഇന്ന് രാത്രി നിന്റെ ചിന്തകൾ ജീവിതത്തിലെ നഷ്ടങ്ങളെ കുറിച്ച്, നിന്റെ കുടുംബത്തിന്റെ നഷ്ടങ്ങൾ, നിന്റെ പിതാക്കന്മാരുടെ നഷ്ടങ്ങൾ, നിന്റെ ചരിത്രത്തിലെ നഷ്ടങ്ങൾ, ഈ നഷ്ടങ്ങൾക്കകത്ത് കിടന്ന് നിന്റെ മൈൻഡ് കറങ്ങുന്നത് കൊണ്ട് ദൈവത്തിന് നിന്നെ ഒരു നിയോഗം ഏൽപ്പിക്കാൻ കഴിയാത്തത്. ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, ഇന്നലകളിലെ നഷ്ടത്തിൽ നിന്ന് നിന്റെ മൈൻഡിനെ ഒന്ന് ഫ്രീ ആക്കിയാട്ടെ. എവിടെയോ നീ ചിലയിടങ്ങളിൽ പരാജയപ്പെട്ടോ, നിനക്കും നിന്റെ കുടുംബത്തിനും ചില നഷ്ടങ്ങൾ പറ്റി. ആ നഷ്ടങ്ങൾ നിന്റെ മൈൻഡിനെ വല്ലാതെ ബ്രേക്ക് ചെയ്തോ. ഇന്നലകളിൽ നിന്റെ ശുശ്രൂഷകളിൽ ചില നഷ്ടങ്ങൾ വന്നോ. ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വന്നോ. ആ നഷ്ടം നിന്നെ വല്ലാതെ ബ്രേക്ക് ചെയ്തോ. ചില മുറിവുകൾ വന്നോ, അത് നിന്നെ വല്ലാതെ തളർത്തി. പക്ഷേ ഇന്ന് പറയുകയാണ്, കാണാതെ പോയ കഴുതയെ കുറിച്ച് നീ ചിന്തിക്കാതിരിക്ക. നിന്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആകട്ടെ. ഞാൻ നിന്നെ ഒരു നിയോഗം ഏൽപ്പിക്കാൻ പോവാ. ആരാധന എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയുകയാണ്, നിന്റെ നിയോഗം കത്താതിരിക്കുന്നത്, നിന്റെ മേളിൽ ദൈവം ഒരു ശുശ്രൂഷയുടെ നിയോഗം തന്നു. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്തൊരു പ്രവചനാത്മാവിലാണ് നിൽക്കുന്നത്. ഈ മീറ്റിങ്ങിനകത്ത് ഒരുത്തനെ കർത്താവ് ചൂണ്ടയിട്ട് പിടിച്ച് വിരല് നോക്കി വിളിച്ചു പറയുകയാണ്, അപാരക ശവപ്രവാർത്തനാദി, നിനക്കൊരു നിയോഗം കിട്ടി. പക്ഷെ ഇന്നലെ കാണാതെ പോയ ചില കഴുതകൾക്കകത്ത് നിന്റെ മൈൻഡ് കിടക്കുന്നത് കാരണം നിനക്ക് ദൈവത്തിന് വേണ്ടി ഇറങ്ങാൻ കഴിയുന്നില്ല. നിനക്ക് നിയോഗത്തെ കയറി പിടിക്കാൻ കഴിയുന്നില്ല. ഏലിയാവ് കടന്നു പോകുമ്പോ ശാഫാത്തിന്റെ മകനായ എലീശ കാളയെ പൂട്ടി ഒഴുകുകയായിരുന്നു. ഏലിയാവ് പുതപ്പെടുത്തെറിഞ്ഞു. അഭിഷേകം വീണു, നിയോഗം വീണു, വാഗ്ദത്തം വീണു. പക്ഷേ എലീശയ്ക്ക് ഏലിയാവിനെ പിൻഗമിപ്പാൻ കഴിയുന്നില്ല. കാരണം എലീശയുടെ മൈൻഡ് മുഴുവൻ എവിടെ കിടക്കുകയാണെന്നറിയാവോ?
എൻ്റെ അപ്പനും അമ്മയും, എൻ്റെ അപ്പനും അമ്മയും, എൻ്റെ അപ്പനും അമ്മയും. ഏലിയാവ് പറഞ്ഞു, അപ്പൻ്റെ അമ്മയുടെ അടുക്ക പോയി നിന്റെ ചിന്താഭാരം ഇറക്ക്, എന്നിട്ട് നീ എൻ്റെ കൂടെ വാ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നിന്റെ മൈൻഡ് ട്വിസ്റ്റ് ആകരുത്. ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നിന്റെ മൈൻഡിൽ കിടക്കട്ടെ. എലീശ പോയി. എനിക്ക് അതിനകത്ത് ഏറ്റവും ഭയങ്കരമായി എലീശ മൈൻഡിനെ ഫ്രീ ആക്കിയതായ അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം, എലീശ പോയി അപ്പൻ്റെ അമ്മയുടെ അടുക്ക യാത്ര പറഞ്ഞു. എന്നിട്ട് 21 വാക്യത്തിലേക്ക് വരുമ്പോൾ എലീശ ചെന്ന് ഒരു ഏർക്കാളയെ പിടിച്ച്, അതായത് താൻ പൂട്ടി ഉഴുതുകൊണ്ടിരുന്ന ഏർക്കാളയെ പിടിച്ച് അറുത്ത് ആ കാളയെ പൂട്ടി ഉഴുതുകൊണ്ടിരുന്ന മരക്കോപ്പെടുത്ത് അതിനെ തീ വെച്ച് കത്തിച്ച് ആ കാളയെ മാംസം അവിടെ നാട്ടുകാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ കാള ഇനി എൻ്റെ മൈൻഡിലില്ല, ഈ കലപ്പ ഇനി എൻ്റെ മൈൻഡിലില്ല. ആ കലപ്പ കത്തിപ്പോയി, ആ മാംസം അവന്റെ വയറ്റിൽ കിടക്കുന്നു, എന്റെ മൈൻഡ് ഫ്രീ ആയി. എലീസേ, നിന്റെ മൈൻഡ് നീ ഒന്ന് ഫ്രീ ആക്കാമോ? ഇന്ന് രാത്രി നിന്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാമോ? അവനെ കലപ്പ കത്തിച്ചെന്നേ, അവനെ മരക്കോപ്പ് കത്തിച്ചെന്ന്. കാരണം എലീസ പറയാ, ജീവിതത്തിൽ ഇനി ഒരിക്കലും ഈ മരക്കോപ്പ് എൻ്റെ മൈൻഡിനെ പിടിക്കരുത്. ഇന്ന് രാത്രി നിന്റെ മൈൻഡിനെ പിടിച്ചിരിക്കുന്ന ചില കലപ്പകളുണ്ടല്ലോ, വല്ലാതെ നിന്നെ ഉഴുത ചില കലപ്പകൾ, നിന്റെ മനസ്സിനെ കീറി മുറിച്ച ചില കലപ്പകൾ, നീ കേട്ട ചില പരിഹാസത്തിന്റെ കലപ്പകൾ, നീ കേട്ട ചില വെല്ലുവിളികളുടെ കലപ്പകൾ, നീ കേട്ട ചില മുറിവിന്റെ കലപ്പകൾ, ഇന്നു രാത്രി ആ കലപ്പകളെ തീ വെച്ച് കത്തിക്ക. ആ കലപ്പയെടുത്ത് കത്തിച്ചോ, കാളയുടെ മാംസത്തെ പാകം ചെയ്തോ, ജഡം കത്താൻ തുടങ്ങി. The flesh burned. അപാചര പ്രൗഢവർദ്ധനാദി അകലബബ പ്രവർത്തന. മുറിവ് കത്താൻ തുടങ്ങിയാൽ, വേദന കത്താൻ തുടങ്ങിയാൽ, കഷ്ടത കത്താൻ തുടങ്ങിയാൽ, പാപം വേവാൻ തുടങ്ങോ. അപലഘടകർദ്ധനാചരം പ്രവർത്തനാദി അതലഘടകർദ്ധനാദിയ. നിലവൂട്ടി പുഴുത നിലം ഉഴുതു പൂട്ടിയ ആ വേദനയുടെ കലപ്പ, ആ സങ്കടത്തിന്റെ കലപ്പ, ആ മുറിവിന്റെ കലപ്പ എലീശ വെട്ടിയെടുത്ത് കത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഈ കലപ്പ എന്റെ മൈൻഡിൽ കിടക്കത്തില്ല. ഐ ആം ഫ്രീ ടുനൈറ്റ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ മൈൻഡിനെ ഹീൽ ചെയ്യുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മൈൻഡിനെ ഹീൽ ചെയ്യുക. ലഹറടന മഹർത്തനാദിയ. അമേ, യേശു കർത്താവ് പറഞ്ഞ ഒരു ഭാഗമുണ്ട്, മത്തായി സുവിശേഷം 13:22. കർത്താവ് ഇങ്ങനെയാ പറഞ്ഞത്, ഞാനൊരു വചനമെടുത്ത് അവൻ്റെ അകത്തോട്ടിട്ടു, പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ മുഴുവനും എന്ത് കിടക്കുകയായിരുന്നു അറിയാമോ? മുള്ള് കിടക്കുകയായിരുന്നു, വേദന കിടക്കുകയായിരുന്നു. ആ മുള്ളുകൾ അവൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുക മാത്രമല്ല, അത് ഞാൻ അങ്ങോട്ടിട്ട വാഗ്ദത്തത്തിൻ്റെ വചനത്തെ കൂടെ എന്ത് ചെയ്തു? ഞെരുക്കിക്കളഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ചില മുള്ളുകൾ നാളുകളായി നിങ്ങളുടെ അകത്തു കിടപ്പുണ്ട്. അത് നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തി. ഇപ്പം ഹൃദയത്തെ മുറിപ്പെടുത്തുക മാത്രമല്ല, ദൈവം നൽകിയ വാഗ്ദത്തത്തെ കൂടെ എന്തോ ചെയ്തോ? അത് കയറി ഞെരുക്കി. അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലോ ഈ ലോകത്തിന്റെ ചിന്ത ഞെരുക്കിയിട്ട് അവന് ഫലം കായ്ക്കാൻ കഴിയാതെ വണ്ണം നശിപ്പിച്ചു കളയുന്നു. നിന്റെ മുകളിൽ ഒരു വല്ലാത്ത പ്രോമിസ് വീണതാ, നിന്റെ മുകളിൽ ഒരു അസാധാരണ വാഗ്ദത്തം വീണതാ. പക്ഷെ നിനക്ക് ഫ്രൂട്ട്ഫുൾ ആകാൻ കഴിയുന്നില്ല, നിനക്ക് ഫ്രൂട്ട് ഈൽഡ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ചില മുള്ളുകൾ കിടന്ന് നിന്റെ മൈൻഡിനെ വല്ലാതെ വേദനിപ്പിക്കുക. ഇന്ന് രാത്രി ഞാൻ ഒരു അഭിഷേകത്തിന്റെ അധികാരവുമായിട്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത്, ടു ഹീൽ ദ മൈൻഡ്. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്തൊരു ശാരീരിക സൗഖ്യവുമല്ല ശുശ്രൂഷിക്കുന്നത്. പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ പറഞ്ഞു, രോഗശാന്തി എന്നൊരു വാക്ക് നീ പറയരുത്, മനസ്സിനെ തൊടുന്ന ദൈവകൃപയാ ഇന്ന് രാത്രി ഞാൻ ചലിപ്പിക്കുന്നതെന്ന്. അപരമഹർത്തനാചരം പ്രവാനിയ. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു 3 വാക്യങ്ങളെ മാത്രം നിങ്ങളെ പ്രദർശിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. ശുശ്രൂഷയുടെ അവസാന മിനിറ്റുകളിലേക്ക് കയറുമ്പോൾ ഒരു 3 വാക്യങ്ങളെ മാത്രം ഞാൻ നിങ്ങളെ പ്രദർശിപ്പിക്കുകയാണ്. ആമേൻ. യോബിന്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. യോബേ,
ഇത് ശ്രദ്ധിച്ചു കൊള്ളുക. മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളുക. നിന്റെ കഷ്ടതയെക്കുറിച്ച് നീ ചിന്തിക്കരുത്. നിന്റെ പരാജയങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കരുത്. നിന്റെ സങ്കടങ്ങളെക്കുറിച്ച് നീ ചിന്തിക്കരുത്. നിന്റെ ബലഹീനതയെക്കുറിച്ച് നീ ചിന്തിക്കരുത്. But fill your mind with the miracles of God. Oh, mind full of the miracles. എൻ്റെ മനസ്സിനകത്ത് മുഴുവനോ അത്ഭുതങ്ങളെ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ. എല്ലാ താഴ്വരയിൽ ശൗല് നോക്കുമ്പോൾ കാണുന്നത് താമ്ര കവചവുമുള്ള, ആമേൻ, 9 അടി പൊക്കമുള്ള ഒരു കടാകടിയനെയാണ്. എന്നാൽ ആ ഏലാ താഴ്വരയിൽ ഇറങ്ങി വന്ന ദാവീദിന്റെ മനസ്സ് മുഴുവനോ ദൈവം തനിക്ക് ചെയ്ത അത്ഭുതങ്ങളാണ് നിൽക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ ശത്രുവല്ല നിന്റെ മൈൻഡിൽ. The miracles of God, the wonders of God. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിറയട്ടെ. ചെങ്കടൽ വറ്റിച്ച, യോർദാനെ പിരിമുച്ചു മാറ്റിയ, തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച, കാറ്റിനെയും കടലിനെയും പിടിച്ചടക്കിയ, രക്തസ്രവത്തെ മാറ്റിയ, 18 വർഷത്തെ കൂനിനെ മാറ്റിയ, 38 വർഷമായി ആരും പേരും ചോദിക്കാനില്ലാതെ കിടന്നവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച അത്ഭുതങ്ങളെ, അത്ഭുതങ്ങളെ, സൂര്യാദി ഗിബയോനിലോ ചന്ദ്രാദി അയ്യാലോനിലോ നിൽക്ക എന്ന് ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ പ്രപഞ്ചം നിശ്ചലമായ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ അതുകൊണ്ട് 64 സങ്കീർത്തനത്തിൽ പറഞ്ഞത്, ഞങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ ചിന്തിക്കുക. മനുഷ്യൻ പറഞ്ഞതിനെ ചിന്തിക്കരുത്, മനുഷ്യൻ ചെയ്തതിനെ ചിന്തിക്കരുത്, ദൈവത്തിന്റെ പ്രവൃത്തിയെ. 1, ദൈവത്തിന്റെ പ്രവൃത്തി അത്ഭുതങ്ങളെയും ചിന്തിക്കുക. 2, 48 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 9 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ നിന്റെ ദയയെ കുറിച്ച് ചിന്തിക്കുക, ഞങ്ങൾ നിന്റെ ദയയെ കുറിച്ച് ചിന്തിക്കുക. ഇന്ന് രാത്രി മനുഷ്യന്റെ ക്രൂരതയല്ല നിന്റെ മൈൻഡിനെ ഭരിക്കേണ്ടത്. നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ദൈവത്തിന്റെ ദയയെ കുറിച്ച് ചിന്തിക്കുക. ഇന്ന് രാത്രി കവിഞ്ഞൊഴുകുന്ന ദൈവത്തിന്റെ ദയയിലേക്ക് നിന്റെ മൈൻഡ് ട്വിസ്റ്റ് ആകട്ടെ. ആമേൻ. ദൈവത്തിന്റെ കൃപകളിലേക്ക് നിന്റെ മൈൻഡ് ട്വിസ്റ്റ് ആകട്ടെ. ഹല റഹസ്യാദന. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാനിയേൽ പറയുകയാണ്, ഞാനൊരു ദർശനം കണ്ടോ. ആ കാര്യം ചിന്തിച്ച് ഞാൻ ദർശനത്തിന് ശ്രദ്ധ വെച്ചോ. മനുഷ്യനെ അല്ല നീ ചിന്തിക്കേണ്ടത്. ദൈവം നിനക്ക് നൽകിയ ഒരു ദർശനമില്ലേ, ആ ദർശനത്തിലേക്ക് നിന്റെ മൈൻഡ് ട്വിസ്റ്റ് ആകട്ടെ. ഇന്ന് രാത്രി ദൈവം ഇതിനകത്ത് ചില മൈൻഡുകളെ ഹീൽ ചെയ്യാൻ പോവുകയാണ്. ഭയങ്കരമായൊരു മൈൻഡ് ഹീലിംഗ്. ആമേ. ചില സ്റ്റബേൺ മൈൻഡുകളെ ദൈവം ട്വിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ചില വൂണ്ടഡ് മൈൻഡുകളെ കർത്താവ് ഇതിനകത്ത് ഹീൽ ചെയ്യാൻ പോവുകയാണ്. ചില ഡിപ്രസ്ഡ് മൈൻഡുകളെ കർത്താവ് ഇന്ന് രാത്രി തൊടാൻ പോവുകയാണ്. നിന്റെ മേളിൽ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്, നിന്റെ മേളിൽ ഒരു നിയോഗം കിടപ്പുണ്ട്. പക്ഷേ നിനക്ക് ഫലം കഴിക്കാൻ കഴിയുന്നില്ല. കാരണം നിന്റെ മൈൻഡിനകത്തെ മുള്ളുകൾ അതിനെ പിടിച്ച് ഞെരുക്കുകയാ. നിന്റെ മേളിൽ ഒരു ശുശ്രൂഷ കിടപ്പുണ്ട്, പക്ഷേ ആ ശുശ്രൂഷയിലേക്ക് കണക്ട് ആകാൻ കഴിയാതെ നിന്റെ മൈൻഡിൽ വല്ലാത്ത ചില കലപ്പകൾ കിടക്കുക. ഇന്ന് രാത്രി ആ കലപ്പ കത്തിക്ക്. ഇന്ന് രാത്രി ആ മരക്കോപ്പ് കത്തിക്ക്. ഇന്ന് രാത്രി ദൈവം നിന്റെ മൈൻഡിനെ ഹീൽ ചെയ്യാൻ പോവുകയാ. അമാര ഹർധനാദിയ രബക്കർ മനാസിയ ലഖ പ്രഭാർത്ഥനാജര രത്തര ശബ പ്രഭാദിയ